ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളെ സകലത്തിലും സൂക്ഷിക്കുകയും സകലത്തിലും അനുഗ്രഹമാക്കി മാറ്റുന്ന ദൈവമാണല്ലോ. നമുക്ക് ദൈവസന്നിധിയിൽ ഇന്ന് പ്രഖ്യാപനങ്ങളെ ഏറ്റുപറയാം. കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ എനിക്ക് ദിവ്യ ആരോഗ്യമുണ്ട്. ദീർഘായുസോടെ ഇരുന്ന് ദിവ്യ ആരോഗ്യത്തോടെ ഇരുന്ന് കർത്താവിൻ്റെ സമൃദ്ധിയെ ഞാൻ അനുഭവിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവ് എനിക്ക് അധികാരം തന്നിരിക്കുന്നു. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം എന്ന് പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവ് നമ്മളെ സകലത്തിലും ഇന്ന് സൂക്ഷിക്കുന്ന ദൈവമാണല്ലോ. സകല കാര്യത്തിലും കർത്താവ് നമ്മളെ അനുഗ്രഹമാക്കി മാറ്റുന്നല്ലോ. ഓരോ ദിവസവും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ദൈവസന്നിധിയിൽ കൃപയോടെ ഇന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവം നമുക്ക് അവസരം തരും. തുടർമാനമായിട്ട് നമ്മൾ കർത്താവിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്നു. കർത്താവ് നമ്മളെ ഓരോ ദിവസവും ശക്തിപ്പെടുത്തുന്നു. ഇന്നും കർത്താവ് നമ്മളെ ശക്തിപ്പെടുത്തും. ഇന്നും ദൈവം നമ്മളെ അത്ഭുതമാക്കി മാറ്റുവാൻ ഇടയായിത്തീരും. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ച വചനഭാഗം അല്ലെങ്കിൽ ഏത് വിഷയത്തെ പറ്റിയാണ് ചിന്തിച്ചതെന്ന് ആരെങ്കിലും ഓർമ്മ ഉണ്ടോ? യേശുക്രിസ്തുവിനെ പ്രസംഗിച്ച് യേശുക്രിസ്തുവിന്റെ നാമം ഉപയോഗിക്കുക. നമ്മൾ ഇന്നലെ കേട്ടു കർത്താവായ പിശാചുക്കളുടെ മേൽ യേശുക്രിസ്തുവിന്റെ നാമത്തെ നാം ഉപയോഗിക്കുവാന്ന് നമ്മൾ ഇന്നലെ കേട്ടു. യേശുവിന്റെ നാമത്തിന്റെ പ്രത്യേകതകൾ നമ്മൾ കേട്ടു. നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ നാമത്തെ ഉപയോഗിക്കുമ്പോഴുള്ള വലിയ ദൈവപ്രവർത്തികളെ എങ്ങനെ ഉണ്ടായി വരുന്നുള്ളത് നമ്മൾ കേട്ടു. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. ഇന്നും കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനാണ്. ഇന്ന് ലൈവിൽ എന്നെ കാണുന്നവർക്ക് നിങ്ങൾക്ക് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ പ്രെയർ ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ട്. എൻ്റെ തൊട്ട് താഴെ പ്രെയറിന്റെ ലിങ്ക് ഉണ്ട്. അതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സൂം പ്രെയറിലേക്ക്, ലൈവിൽ നടക്കുന്ന ഈ സൂം പ്രെയറിലേക്ക് നിങ്ങൾക്ക് പങ്കുചേരാനുള്ള ലിങ്ക് താഴെയുണ്ട്. ഇന്ന് സൂമിൽ കാണുന്നവർ ആരെങ്കിലും പുതുതായിട്ട് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പഴയ ആൾക്കാരല്ല പുതുതായിട്ട് ജോയിൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഈ പ്രാർത്ഥന പങ്കുചേരാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ സെൻഡ് ചെയ്തിട്ടുണ്ട്. അത് പഴയ ആൾക്കാരല്ല ജോയിൻ ചെയ്യേണ്ടത്, പുതിയ ആൾക്കാർ ആരെങ്കിലും പുതുതായിട്ട് ചേരാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിൽ ലിങ്ക് ഉണ്ട്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ഇന്ന് ദൈവസന്നിധിയിൽ നിന്ന് പോകാം. എന്തിനാണ് എല്ലാ ദിവസവും ഈ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ഒരാളെങ്കിലും കർത്താവിൻ്റെ സുവിശേഷം അറിഞ്ഞ് ഒരു വ്യക്തിയുടെ തകർന്ന ഭവനമെങ്കിലും കർത്താവിൻ്റെ നാമത്തിൽ രക്ഷ പ്രാപിക്കുവാൻ ഇടയായിത്തീരണം. നമ്മുടെ ഈ എപ്പോഴും കർത്താവ് ഈ ഒരു കൂട്ടായ്മയെ നിർമ്മിച്ചിരിക്കുന്നത്, ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഓരോ കൂട്ടായ്മയ്ക്കും ഓരോ പ്രത്യേകതയുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ ചിലർ പറയും, എന്തുകൊണ്ട് ആ കൂട്ടായ്മയിലുള്ളതുപോലെ ഇവിടെ കാണുന്നില്ല, അല്ലെങ്കിൽ ഈ കൂട്ടായ്മയിലുള്ളതുപോലെ അവിടെ കാണുന്നില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ വിളിയുണ്ട്, ഓരോ തെരഞ്ഞെടുപ്പുണ്ട്. അപ്പോൾ ദൈവം ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളെ കർത്താവ് ഉപയോഗിക്കുന്നു. അനേക തകർന്ന ഭവനങ്ങളെ പണിതെടുക്കുവാൻ നിങ്ങളെ ദൈവം ഉപയോഗിക്കുന്നു. നമ്മളിലൂടെ കർത്താവ് അത് ചെയ്യുന്നു. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് ഞാനൊരു വാക്യം ഒന്ന് വായിക്കാം. തുടർമാനമായിട്ട് നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ കേട്ടുവരുന്നു. അപ്പോസ്തല പ്രവൃത്തികളിലൂടെ നമുക്ക് ദൈവവചനത്തെ ഇന്നും കേൾക്കാം. ഇന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അത്ഭുതങ്ങളെ ചെയ്യും. പ്രതിസന്ധികളിൽ നിന്ന് നിങ്ങൾ പരാജയപ്പെട്ടു പോകത്തില്ല. അവിടുന്ന് ഒക്കെയും കർത്താവിൻ്റെ സാക്ഷിയായിട്ട് നിങ്ങൾ കയറി വരിക തന്നെ ചെയ്യും. ഇന്നത്തെ അനുഗ്രഹത്തിന് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം തന്നെ അതിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ ഞാനിവിടെ വായിക്കാം. നമ്മൾ പലതവണ കേട്ടിട്ടുള്ളതാണെങ്കിലും നിങ്ങൾക്ക് പിന്നെയും പിന്നെയും കേൾക്കുന്നത് ഒരു അനുഗ്രഹം തന്നെയാണ്. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ഇവിടെ കൊടുത്തിരിക്കുകയാണ്: ശൗലോ കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കുലയും നിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതനടുക്കൽ ചെന്ന്, ദമസ്കോസിൽ ഈ മാർഗക്കാരായ വല്ലവർ പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചുകെട്ടി യെരൂശലേമിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം അവിടുത്തെ പള്ളികളിൽ നിന്നും അവനോട് അധികാരം പത്രം വാങ്ങി. പൗലോസ് ലീഹായെ പറ്റിയാണ് പറയുന്നത്. പൗലോസ് ലീഹായുടെ പേര് ശൗൽ എന്നായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ഈ വിശ്വാസത്തെ എതിർക്കുന്നൊരു മനുഷ്യനായിരുന്നു. അതായത് ക്രിസ്തുയേശുവിൻ്റെ സുവിശേഷത്തെ എതിർക്കുകയും അങ്ങനെ സുവിശേഷം പറയുന്ന ആളുകൾ ഉപദ്രവിക്കുകയും സ്ത്രീയെന്നോ പുരുഷനെന്നോ വേർതിരിവില്ലാതെ അവരെ ശാരീരികമായി കൊല്ലുവാൻ പോലും
മടിയില്ലാത്ത ഒരു മനുഷ്യനായിരുന്നു പൗലോസ്ലീഹ. നമ്മൾ ഈ കാണുന്ന പൗലോസ്ലീഹായെ പറ്റിയാണ് പറയുന്നത്. നിങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ സ്നേഹമാണ് ഇതെല്ലാത്തിലും വലുതെന്ന് എഴുതിയ പൗലോസ്ലീഹായുടെ മുമ്പിലത്തെ ജീവിതത്തെ പറ്റിയാണ് പറഞ്ഞത്. ഒരു മനുഷ്യനെ കൊല്ലുവാനോ ഭീഷണിപ്പെടുത്തുവാനോ ഉപദ്രവിക്കുവാനോ ദമസ്കോസിൽ ഈ മാർഗക്കാരായ വല്ല പുരുഷനെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചു കെട്ടി യെരുശലേമിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം അവിടുത്തെ പള്ളികളിൽ നിന്നും അധികാരപത്രം വാങ്ങിയ മനുഷ്യനായിരുന്നു പൗലോസ്. ശ്രദ്ധിച്ചോണം, അവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്, അവൻ പ്രയാണം ചെയ്ത് ദമസ്കോസിന്റെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തു നിന്നൊരു വെളിച്ചം അവനെ ചുറ്റി മിന്നി. ഇവിടെ ശ്രദ്ധിച്ചോണം, ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ അകത്ത് കർത്താവിനെ അറിയാത്ത, അല്ലെങ്കിൽ യേശുവിലേക്ക് ജീവിതത്തിൽ കർത്താവിനെ അറിയാതെ ലോകത്തിലോ പാപത്തിലോ മദ്യത്തിലോ മയക്കുമരുന്നിലോ അങ്ങനെ ഏതെങ്കിലും ഒരു ജീവിത സാഹചര്യത്തിലൂടെ പോകുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഈ വചനം അവരെ തൊടുന്ന വചനമാണ്. ഈ വചനം അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന വചനമാണ്. തുടക്കത്തിലെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഒരു വാക്ക് പറയുന്നു. ഞാനൊരു വീട് ഇങ്ങനെ കാണുന്നു. കർത്താവ് എന്നെ കാണിക്കുന്നത് റോബിൻ എന്നു പേരുള്ള ഒരു വ്യക്തിയുള്ള ഒരു ഭവനം കാണിക്കുന്നു. ആ വീടിൻ്റെ കയറി വരുന്ന ഗേറ്റ് തുറന്ന് കയറി വരുന്നതിൻ്റെ വലതുവശത്തായിട്ടൊരു പട്ടിയുടെ കൂടുള്ള, ഒരു ഡോഗിൻ്റെ കൂടുള്ള ഒരു വീടാണ് ഞാൻ കാണുന്നത്. ആ ഡോഗിനെ ഇങ്ങനെ ഒരു കൂടിൻ്റെ അകത്ത് ഇട്ടേക്കുന്ന, കൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺക്രീറ്റ് കൊണ്ടുള്ള ഒരു റൂം, ഇങ്ങനെ ചെറിയ, നിങ്ങൾക്ക് അറിയാമല്ലോ പട്ടിക്കൂട് പണിത് വെച്ചേക്കുന്നത്, അങ്ങനെ ഒരു പണിത് വെച്ചേക്കുന്ന ഒരു വീടാണ്. ആ വീട് കയറി വന്നതിന് ശേഷം ആ ഒരു ഭവനത്തെ ഞാൻ കാണുന്നത്. ആ ഒരു വീടിൻ്റെ ആ ഒരു കോർണറിൽ തന്നെ വലിയൊരു പ്ലാവ് പറമ്പിൽ നിൽക്കുന്നത്, അതായത് ആ വലതുവശത്ത് തന്നെ ആ നിരയിലൊരു, ഞാൻ കാണുന്നതാണ് ഞാൻ പറയുന്നത്, ആ വലതുവശത്ത് തന്നെ കോർണറിൽ ഒരു പ്ലാവ് നിൽക്കുന്ന ഒരു ഭവനം കാണുന്നു. അതിൻ്റെ അകത്ത് റോബിൻ, നിങ്ങൾ ശ്രദ്ധിച്ചോണം അടയാളം, റോബിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഇന്ന് ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവം സ്പർശിക്കുന്നതായിട്ട് എന്നോട് പറയുന്നു. ആ ഭവനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ രക്ഷാ പദ്ധതിയെ സ്വർഗത്തിലെ ദൈവം തുറക്കുകയാണ്. ഞങ്ങളിപ്പോൾ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ, ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ആ മകന് വേണ്ടി ഏറ്റെടുത്തോണം. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആ ഭവനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ രക്ഷാ പദ്ധതിയെ തുറന്നു വരികയാണ്. ഞങ്ങളിപ്പോൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവേ, അങ്ങയുടെ കൃപ കുടുംബത്തിൻ്റെ മേൽ ചൊരിയുന്നല്ലോ. എല്ലാ പ്രതിസന്ധികളും മാറിപ്പോട്ടെ. ആ തടസ്സമായി നിൽക്കുന്ന ഭാവിയുടെ വഴികൾ യേശുവിൻ്റെ നാമത്തിൽ തുറന്നു വരുവാൻ കൽപ്പിക്കുന്നു. ആമേൻ. ഏറ്റെടുത്തോണം. കർത്താവ് ആ ഭവനത്തിൻ്റെ മേൽ വലിയ പ്രവർത്തികളെ ചെയ്യുകയാണ് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇവിടെ പൗലോസ്ലീഹ അധികാരപത്രം വാങ്ങി എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ചോണം. ഞാനിത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആ വാക്ക് പറയാൻ കാരണം, ദൈവം കർത്താവിൻ്റെ വഴിയിലേക്ക് ചിലരെ കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ പൗലോസ്ലീഹ, ഇന്ന് നമ്മൾ ഈ കാണുന്ന സ്ലീഹാമാരിൽ ശ്രേഷ്ഠന്മാരുടെ പദവിയിലേക്ക് കയറിയ പൗലോസ്ലീഹായ്ക്ക് ഒരു മുൻ ചരിത്രം ഉണ്ടായിരുന്നു. സഭയെ ഉപദ്രവിച്ചാനായിരുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾക്കെതിരെ പലരും തിരിയുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചോണം, ആ വ്യക്തി നിങ്ങളോടൊപ്പം യേശുവിനെ ആരാധിക്കാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന വ്യക്തി നിങ്ങളുടെ ഒപ്പം യേശുവിൻ്റെ നാമത്തിൽ ആരാധിക്കാൻ പോവുകയാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് വിരോധമായി നിങ്ങളെ അനുവദിക്കാതെ ഏറ്റവും ആരാണോ നിങ്ങളെ കളിയാക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങൾക്കെതിരെ പഴി പറയുകയും ചെയ്യുന്നത് ആരാണോ ആ വ്യക്തി നിങ്ങളോടൊപ്പം ആരാധിക്കും. എന്താ തെളിവെന്ന് ചോദിച്ചാൽ, ഇവിടെ വചനം പറയുന്നു, ശൗല് കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കുലയും നിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതന്റെ അടുക്കൽ ചെല്ലുന്നു. ദമസ്കോസിൽ ഈ മാർഗക്കാരായ വല്ല പുരുഷനെയോ സ്ത്രീയോ കണ്ടാൽ അവരെ പിടിച്ചു കെട്ടി യെരുശലേമിൽ കൊണ്ടുവരും. അപ്പം ഇത്രയും ക്രൂരനായൊരു മനുഷ്യൻ, ഇത്രയും നീചനായ ഒരു മനുഷ്യനാണ് മുമ്പിലത്തെ പൗലോസ് അഥവാ ശൗല്. ഈ ഒരു മനുഷ്യൻ ഒരിക്കലും യേശുവിലേക്ക് വരാൻ ഒരു സാധ്യതയില്ല. പകരം യേശുവിൻ്റെ മാർഗക്കാരെ ഉപദ്രവിക്കുന്ന മനുഷ്യനാണ്. ആലോചിച്ച് നോക്കി, കർത്താവിൻ്റെ മാർഗത്തെ ഉപദ്രവിക്കുന്ന മനുഷ്യനാണ്. എന്നാൽ ആ വ്യക്തിയെ കർത്താവ് ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഇന്ന് ദൈവം തൊടാൻ വേണ്ടി പോവാണ്. ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ, ഇന്ന് ആ വ്യക്തിയുടെ മേൽ കർത്താവ് തൊട്ടെങ്കിൽ നിങ്ങളുടെ ഭവനത്തിൻ്റെ മേലും കർത്താവ് തൊടുവാൻ ശക്തനാണ്. ഇനി താഴേക്ക് വരുമ്പോൾ ശ്രദ്ധിച്ചോണം, അടുത്ത വാക്യത്തിൽ പറയുന്നു, അവൻ പ്രയാണം ചെയ്ത് ദമസ്കോസിൽ സമീപിച്ചപ്പോൾ, 3-ാം വാക്യമാണ്, പെട്ടെന്ന് ആകാശത്തു നിന്നൊരു വെളിച്ചം അവനെ ചുറ്റും മിന്നി. അവൻ നിലത്തു വീണു, ശൗലേ ശൗലേ, നീ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോടൊരു ശബ്ദം കേട്ടു. ശ്രദ്ധിച്ചോണം, ഇവിടെ ഇദ്ദേഹം ഇങ്ങനെ പൗലോസ്ലീഹ സകലരെയും സഭയെ മുടിപ്പിച്ച് സുവിശേഷത്തെ മുടിപ്പിച്ച് സ്ത്രീയെന്നോ പുരുഷനെന്നോ വേർതിരിവില്ലാതെ ആളുകളെ ആക്രമിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരു ദിവസം
ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് സൂര്യനെ കവിയുന്ന ഒരു വെളിച്ചം, ആകാശത്തുനിന്നൊരു വെളിച്ചം അവനെ ചുറ്റും മിന്നി. പെട്ടെന്ന് പറയുന്നു, അവൻ നിലത്തു വീണു, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് എന്നോടൊരു ശബ്ദം ഞാൻ കേട്ടു. ശ്രദ്ധിച്ചോണം, പൗലോസ് ഉപദ്രവിച്ചത് യേശുവിനെ വിളിക്കുന്നവനെയാണ്. യേശുവിനെ വിളിക്കുന്നവനെയാണ് പൗലോസ് ലീഹ ഉപദ്രവിച്ചത്. യേശു ക്രിസ്തുവിനെ ആരാധിക്കുകയും വചനം വായിക്കുകയും സ്തോത്രം പറയുകയും ദൈവത്തിന്റെ വഴിയെ പോകുന്ന സ്ത്രീയെയും പുരുഷനെയും ഉപദ്രവിച്ച പൗലോസ് ലീഹായനെ യേശു ക്രിസ്തു നേരിട്ടിറങ്ങി വന്നിട്ട് ചോദിക്കുകയാണ്, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത്. അപ്പം ദൈവമക്കൾക്ക് സന്തോഷം തരുന്നൊരു വാക്കാണ്, നിങ്ങൾക്കെതിരെ ആരെങ്കിലും ഏതെങ്കിലും പ്രവൃത്തി ചെയ്താൽ യേശുവിൻ്റെ സംസാരം ഇതായിരിക്കും, നീ എന്തിനാണ് എന്നെ ഉപദ്രവിക്കുന്നത്. കണ്ടോ, ഞാൻ പലപ്പോഴും പറയാറില്ല, നിങ്ങളെ തൊടുന്നവൻ യേശുവിനെ തൊടുകയാണ്, നിങ്ങളെ തൊടുന്നവൻ ദൈവത്തോട് മത്സരിക്കുകയാണ്, നിങ്ങൾക്കെതിരെ ശത്രുത്വം വെക്കുന്നവൻ ദൈവത്തോട് ശത്രുത വെക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് വേണ്ടി എപ്പോഴും ഞാൻ പറയാറുണ്ട്, പ്രാർത്ഥിക്കണം. നിങ്ങൾക്കെതിരെ ആളുകൾ തിരിയുമ്പോൾ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കണം. അവരെ എന്ത് ചെയ്യരുത്, നിങ്ങൾ ഒരിക്കലും അവരെ ശത്രുവായിട്ട് നിങ്ങൾ കാണരുത്. കാരണം ആ ഒരു വ്യക്തിക്ക് പിന്നെയുള്ള യുദ്ധം ദൈവവുമായിട്ടാണ്. ഇവിടെ നോക്കി, സഭയെ മുടിപ്പിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, നമ്മളൊക്കെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ നിലവിളിച്ച കർത്താവേ നീ ഇത് കാണുന്നില്ലേ. നമ്മളെപ്പോഴും നമ്മൾ ചിലപ്പം ഇവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അവരെ പോലെ ഉപദ്രവേക്കുമ്പോൾ നിലവിളിച്ചേനെ, നമ്മളും കരഞ്ഞേനെ. പക്ഷെ യേശു വന്നിട്ട് പറയുകയാണ്, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്. ഇപ്പം മനസ്സിലായോ? പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് വിരോധമായിട്ട് ഒരു വ്യക്തി എണീറ്റാൽ, അത് ഒരു വ്യക്തി ആയിക്കോട്ടെ, രാജ്യമായിക്കോട്ടെ, രാജ്യങ്ങളായിക്കോട്ടെ, നിയമമായിക്കോട്ടെ, പിശാചായിക്കോട്ടെ, മനുഷ്യനായിക്കോട്ടെ, ആരെണീറ്റാലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, അവൻ ദൈവത്തോട് മത്സരിക്കുകയാണ്. അവൻ കർത്താവിനെ ഉപദ്രവിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. കർത്താവിനെ തൊട്ടാൽ കർത്താവ് അടങ്ങിയിരിക്കത്തില്ല. ചിലപ്പോൾ നിങ്ങളിന്ന് തോണ്ടിയാൽ ചിലപ്പോൾ നിങ്ങൾ പറയും, നിങ്ങൾക്ക് വലിയ ശക്തിയൊന്നും ഇല്ലാത്തതുകൊണ്ട്, നിങ്ങൾക്ക് വലിയ ബന്ധങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ പറയൂ, അവരൊക്കെ വലിയ വലിയ ആൾക്കാർ, നമുക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, തൊടാൻ പറ്റത്തില്ല. എൻ്റെ പ്രിയരെ, യേശു നേരിട്ട് ഇറങ്ങി വരും നിങ്ങളെ തൊട്ടാൽ. കർത്താവിനേക്കാൾ വലുതല്ല ലോകത്തിലെ ഒരധികാരവും. ഇപ്പം മനസ്സിലായോ? കർത്താവിനേക്കാൾ വലുതല്ല ഒരു ശക്തിയും. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ലീഹായുടെ ചരിത്രം പറയുകയാണ്, ഭീഷണിയും കുലയും നിശ്വസിച്ചുകൊണ്ട്. അതായത് ഈ മാർഗക്കാരായ, നിങ്ങൾ രണ്ടാം വാക്യം നോക്കി, ഈ മാർഗക്കാരായ പുരുഷന്മാരായ വല്ല പുരുഷനെയോ സ്ത്രീയോ കണ്ടാൽ അവരെ പിടിച്ചു കെട്ടി യെരൂശലേമിൽ കൊണ്ടുവരുവാൻ തക്കവണ്ണം അവിടുത്തെ പള്ളികളിലും അവനോട് അധികാരപത്രം. എൻ്റെ അർത്ഥം, തല്ലി കൊടുത്താലും ആരും ചോദിക്കാനില്ല, ഉപദ്രവിച്ചാലും അത് ചോദിക്കാനില്ല. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കർത്താവ് ഇങ്ങനെ പറയുന്ന, ഒരു ഭവനം വല്ലാതെ ഇങ്ങനെ ഒരു വിഷയത്തിൽ സ്ട്രഗിൾ ചെയ്യുന്നത് കർത്താവിനോട് പറയുകയാണ്. അയൽവക്കക്കാരുടെ നിമിത്തം വീടിന് പുറത്തു പോലും ചില സമയത്ത് ഇറങ്ങാൻ കഴിയാതെ ചീത്തവാക്കുകൾ ഉരുവിടുകയും നിങ്ങളെ പലപ്പോഴും പഴി പറയുകയും നിങ്ങൾക്ക് അവിടുന്ന് എങ്ങനെയും ഒന്ന് വിറ്റുപോയാൽ മതിയെന്ന് തീരുമാനിക്കുന്ന വിധത്തിലേക്ക് തലമുറകൾ കേൾക്കെ പല നീചവാക്കുകളും പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നതുകൊണ്ട് പറയുകയാണ്, ഇന്ന് ആ ഭവനം വല്ലാതെ സ്ട്രഗിൾ ചെയ്യുകയാണ്. അവരുടെ ഉപദ്രവ നിമിത്തം, അവരുടെ ചില വാക്കുകൾ നിമിത്തം, ചില പ്രവൃത്തികൾ നിമിത്തം. ഞാൻ ഇന്ന് ആ ഒരു ഭവനത്തെ കർത്താവ് ഇന്ന് സ്പർശിക്കുകയാണ്, കർത്താവ് ഇന്ന് തൊടുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഇന്ന് ആ ഭവനത്തിൻ്റെ മേൽ കർത്താവിൻ്റെ വലിയ പ്രവൃത്തി ഈ സമയത്ത് ആരും മ്യൂട്ട് മാറ്റണ്ട, ഏറ്റെടുത്താൽ മതി. യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്ന, ഇനി ആ വ്യക്തി നിങ്ങൾക്കെതിരെ മിണ്ടത്തില്ല, ആ വ്യക്തി ഇനി നാവ് ചലിപ്പിക്കത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന, അടങ്ങട്ടെ. ആമേൻ. ഇവിടെ വചനം പറയുകയാണ്, ശൗലേ ശൗലേ, നീ ഉപദ്രവിക്കുന്നത് എന്ത് എന്നോട് പറയുന്നൊരു ശബ്ദം. അപ്പൊ യേശു ക്രിസ്തു തിരിച്ചു ചോദിക്കുകയാണ്, പൗലോസെ, നീ എന്തിനാണ് എന്നെ വിശ്വസിക്കുന്ന ആൾക്കാരെ ഉപദ്രവിക്കുന്നത് എന്നാണ് ചോദിക്കേണ്ടത്. ശ്രദ്ധിച്ചോണം, എന്നെ ഉപദ്രവിക്കുന്ന വ്യക്തികളെ ആണല്ലോ നീ, എന്നെ വിളിക്കുന്ന, എന്നെ ആരാധിക്കുന്ന നിങ്ങളെ, എന്നെ പോലെയുള്ള വ്യക്തികൾക്ക് വേണ്ടിയാണല്ലോ യേശു ശരിക്കും പറഞ്ഞാൽ സംസാരിക്കേണ്ടത്. പക്ഷെ യേശു പറയുകയാണ്, അടിച്ചത് അവിടെയാണെങ്കിലും കൊണ്ടത് എനിക്കട്ടാ. നീ അവരെ ഉപദ്രവിച്ചപ്പോൾ കൊണ്ടത് എനിക്കട്ടാ. ഇപ്പം മനസ്സിലായോ? അതെന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം നിങ്ങൾക്കറിയാം. ബൈബിൾ പറയും, നിങ്ങൾ യേശുവിൻ്റെ ശരീരത്തിൻ്റെ അവയവമാണ്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറഞ്ഞത്, നമ്മൾ ഈ രോഗമൊക്കെ വരുമ്പോൾ പറയണം, ഞാൻ യേശുവിൻ്റെ അണ്ടല്ല, യേശുവെ എന്നെ സൗഖ്യമാക്കണമെന്നല്ല, ഞാൻ യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ്. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, ഞാൻ യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണെന്ന് പറ.
ഞാൻ ഞാൻ യേശുവിന്റെ യേശുവിന്റെ ശരീരത്തിന്റെ ശരീരത്തിന്റെ ഭാഗമാണ്. ഞാൻ ശരീരത്തിന്റെ യേശുവിന്റെ ഭാഗമാണ്. ശരീരത്തിന്റെ ഭാഗമാണ്. ആമേൻ. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി ഇങ്ങനെ പറഞ്ഞായിരുന്നു, സഹോദരിയുടെ ശരീരത്തിൽ ദേഹം മുഴുവനും വേദനയാൽ ഭാരപ്പെട്ട് കുറേ വർഷങ്ങളായിട്ട്. എന്നാൽ ഈ ഒരു വചന തിരിച്ചറിവിൽ ആ സഹോദരി പ്രാർത്ഥിച്ചു, ഞാൻ യേശുവിൻ്റെ, നമ്മൾ കേട്ടതൊക്കെ മിനിഞ്ഞാന്ന് സാക്ഷ്യം, യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച ഉടനെ ആ രോഗം ആ ശരീരത്തിൽ നിന്ന് വിട്ടുമാറി സൗഖ്യമായ സാക്ഷ്യം നമ്മൾ കേട്ടതാണ്. അതിൻ്റെ കാരണം എന്നാ? നിങ്ങൾ പറയണം. ബൈബിൾ എന്ന് പറയുന്നത്, അക്ഷരം എന്ന് പറയുന്നത് പറയുവാനുള്ളതാണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളതാണ്. മനസ്സിലാകുന്നുണ്ടോ? അക്ഷരങ്ങൾക്കൊരു പ്രത്യേകതയാണ്. അക്ഷരങ്ങൾ നമുക്ക് കൊണ്ടുവന്നൊരു വെള്ളം തിളപ്പിച്ച് എന്നെ തെറ്റല്ലത് ചോറായി മാറത്തില്ല. അക്ഷരത്തിന് ഒരിക്കലും അക്ഷരങ്ങൾക്കൊരിക്കലും പൈസയാകാൻ കഴിയത്തില്ല. അക്ഷരത്തിന് ഒരിക്കലും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അക്ഷരങ്ങളെന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുവാനുള്ളതാണ്, പറയുവാനുള്ളതാണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ വചനം എന്തുകൊണ്ടാണ് ദൈവം അക്ഷരമാക്കി മാറ്റി? ദൈവത്തിന് വേണമെങ്കിൽ വചനത്തെ ഒരു വിത്താക്കി മാറ്റായിരുന്നല്ലോ. നമ്മൾ ഈ കാണുന്ന ഗോതമ്പിൻ്റെ അരിയുടെ വിത്താക്കി നമുക്ക് തരായിരുന്നല്ലോ. എന്തുകൊണ്ട് അങ്ങനെ തരാതെ അക്ഷരമാക്കി എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്, സംസാരിക്കുവാൻ വേണ്ടിയാണ്, പറയുവാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ, ആ സഹോദരി അത് പറഞ്ഞു, ഞാൻ യേശുവിൻ്റെ ശരീരത്തിൻ്റെ അവയവമാണ് എന്ന് പറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? യേശുവിൻ്റെ ശരീരത്തിൽ പിന്നെ വേദനയ്ക്കിരിക്കാൻ പറ്റത്തില്ല. പൗലോസ് സഭയെ ഉപദ്രവിച്ചപ്പോൾ യേശുവിനെ വേദനിച്ചുവെങ്കിൽ, രോഗം വരുമ്പോൾ യേശുവിൻ്റെ ശരീരത്തിൻ്റെ അവയവമാണ് നിങ്ങളെന്ന് പറയുമ്പോൾ, ഈ കൈ യേശുവിൻ്റെ ശരീരത്തിൻ്റെ അവയവമാണെന്ന് പറയുമ്പോൾ, പിന്നെ ആ വേദനയ്ക്കോ രോഗത്തിനോ നിങ്ങളുടെ മേൽ ഇരിക്കുവാൻ കഴിയത്തില്ല. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങൾ പറയുവാൻ തുടങ്ങി. ഇപ്പോൾ മനസ്സിലായോ? നമ്മൾ എന്തു വിശ്വസിക്കുന്നു അത് പറയണം. ഇവിടെ പറയുകയാണ്, അവൻ നിലത്ത് വീണ്, ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് എന്നോടൊരു ശബ്ദം കേട്ടു. ഉടനെ തിരിച്ചൊരു ചോദ്യമാണ് പൗലോസ്ലീഹ 5-ാമത്തെ വാക്യത്തിൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു. കണ്ടോണം, നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു. ഇവിടെ പറയുകയാണ്, നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക എന്ന് പറഞ്ഞു. അവിടെ വെച്ച് നിന്നോട് പറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവനോട് കൂടെ പ്രയാണം ചെയ്ത പുരുഷാരം ആ ശബ്ദം കേട്ടുവെങ്കിലും ആരെയും കാണാതെ മരവിച്ചു നിന്നു. ശൗല് നിലത്ത് വന്ന് എഴുന്നേറ്റ് കണ്ണു തുറന്നാരെ ഒന്നും കാണുന്നില്ല. അവനെ കൈക്ക് പിടിച്ച് ദമസ്കോസിൻ്റെക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇപ്പം ഇത്രയേ ഉള്ളൂ പൗലോസ്. കണ്ടോ, വലിയ അധികാരപത്രം മേടിച്ച് സഭയെ മുടിപ്പിക്കാൻ വേണ്ടി, വിശ്വാസികളെ ഉപദ്രവിക്കാൻ വേണ്ടി ഇറങ്ങി വന്ന പൗലോസിന് ഇപ്പോൾ കണ്ണ് കാണാൻ മേല. മനസ്സിലാകുന്നുണ്ടോ? ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് എതിർക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കണം. ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞു, ഒരു വ്യക്തി നിങ്ങളെ ഒരു പരിധിക്കപ്പുറം നിങ്ങളെ ഉപദ്രവിക്കുകയും നിങ്ങളെ പ്രാർത്ഥന നിമിത്തം നിങ്ങളെ പരിഹസിക്കുകയും തകർക്കുവാൻ നോക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചു പറയും, നിങ്ങളുടെ വലത്തുവശത്ത് ആ വ്യക്തി പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കും, നിങ്ങളുടെ കൂടെ ആ വ്യക്തി ആരാധനയ്ക്ക് വന്നിരിക്കും. എന്നെ തെളിവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൗലോസ്ലീഹയാണ് ഏറ്റവും വലിയ തെളിവ്. ഇപ്പം മനസ്സിലായോ? ഇപ്പം ഇവിടെ വചനം പറയുകയാണ്, നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിച്ചിട്ട്, നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു എന്ന് ഞാൻ. കർത്താവിൻ്റെ മറുപടിയാണ്, നീ ഉപദ്രവിക്കുന്ന യേശുവാണ്. ഈ ദിവസങ്ങളിൽ പ്രതികൂലമായി നിൽക്കുന്ന സകല സാഹചര്യങ്ങളെയും ഒരു കാര്യം നിങ്ങൾ പറയണം, നിങ്ങൾ എപ്പോഴും പറയണം, ഈ പ്രതികൂലം എനിക്കല്ല, യേശുവിനാണ്. എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, എൻ്റെ പ്രതികൂലം എൻ്റേതല്ല, എൻ്റെ പ്രതികൂലം യേശുവിൻ്റെ പ്രതികൂലമാണെന്ന് പറ. ഈ പ്രതികൂലം എന്റേതല്ല, എന്റെ യേശുവിൻ്റെതാണ്. ആമേൻ. അപ്പൊ ഇത് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, അതെങ്ങനെയാ ബ്രദറെ ശരിയാകുന്നത്? ഞാനല്ലേ അത് അനുഭവിക്കുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, പൗലോസ് ഉപദ്രവിച്ചത് പ്രാർത്ഥിക്കുന്നവരെയാണ്, പക്ഷെ അടി കൊണ്ടത് യേശുവിനിട്ടാണ്. പൗലോസ് അടിച്ചത് ആ കാലഘട്ടത്തിൽ ദമസ്കോസിൽ ദൈവത്തെ ആരാധിക്കുന്നവരെയാണ്, പക്ഷെ അടി കൊടുത്തത് ദമസ്കോസിലെ വിശ്വാസിക്കിട്ടാണ്, കൊണ്ടത് യേശുവിനിട്ടാണ്. ഇപ്പം മനസ്സിലായോ? അങ്ങനെയെങ്കിൽ യേശുവിനെ വിളിക്കുന്നതിനൊരു പ്രശ്നം വന്നാൽ അത് നിങ്ങളുടെ പ്രശ്നമല്ല, യേശുവിൻ്റെ പ്രശ്നമാണ്. നിങ്ങൾ യേശുവിനെ വിളിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിലൊരു വിഷയം വന്നാൽ പറയണം, ഇത് എൻ്റെ കുടുംബ വിഷയമല്ല, ഇത് യേശുവിൻ്റെ കുടുംബ വിഷയമാണ്. നിങ്ങളും യേശുവിൻ്റെ രണ്ടല്ല. യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുമ്പോൾ നിങ്ങൾ യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായതുകൊണ്ട് ഇവിടെ അടിച്ചാൽ യേശുവിന് കൊള്ളും.
ഇപ്പോൾ മനസ്സിലായോ? യേശുവിലുള്ള നമ്മളാണ്. അതുകൊണ്ടാണ് ബൈബിൾ എപ്പോഴും ഇൻ ക്രൈസ്റ്റ് എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നത്. ഇൻ ക്രൈസ്റ്റ്, യേശുവിൽ. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് യേശു എന്നെ അനുഗ്രഹിക്കും, യേശു എന്നെ അനുഗ്രഹിക്കും എന്നല്ല. യേശുവിൽ ഞാനൊരു അനുഗ്രഹമാണ്. നിങ്ങൾ ക്രിസ്തുവിലാണ്, ഇൻ ക്രൈസ്റ്റ്. നമ്മൾ പറയുമ്പോൾ ഒരു വാക്കില്ലേ, എന്നെ ശക്തനാക്കുന്ന യേശു. അപ്പോൾ ആ ശക്തനാക്കുന്ന യേശുവിലാണ് ഞാൻ ഇരിക്കുന്നത്. നിങ്ങളത് പറയുമ്പം നമുക്ക് മാനുഷിക ബുദ്ധിക്കും അപ്പുറമായൊരു വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഒരു വ്യക്തിക്ക് രണ്ട് വ്യക്തിയായിരിക്കാൻ കഴിയത്തില്ല, അല്ലേ? അതാണ് സ്നാനം എന്ന് പറയുന്നത്. നിങ്ങളെന്ന വ്യക്തി മരിച്ചിട്ട് ക്രിസ്തുവിലേക്ക് നിങ്ങൾ മറയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഇതിന് ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ. അതുകൊണ്ട് സഭയെ ഉപദ്രവിച്ചാൽ, ഒരു വിശ്വാസിയെ ഉപദ്രവിച്ചാൽ, ഒരു വിശ്വാസിക്കെതിരെ പ്രശ്നങ്ങൾ വന്നാൽ, ഞാനിപ്പോൾ ഇപ്പം മാനുഷികമായിട്ട് ലോകപ്രകാരം ഒരു വിഷയമാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പ്രശ്നം വന്നാൽ, ഏതെങ്കിലും ഒരു പ്രതിസന്ധി വന്നാൽ, സമാധാനമില്ലാത്തൊരവസ്ഥ വന്നാൽ ഉടനെ പറയണം, യേശുവേ ഇതെൻ്റെ വിഷയമല്ല, യേശുവിൻ്റെ വിഷയമാണ്. മനസ്സിലായോ? കർത്താവ് പറഞ്ഞത് ഇത് കർത്താവ് പറഞ്ഞു, നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ. എൻ്റെ അർത്ഥം, നീ ഉപദ്രവിച്ച്, നീ ദമസ്കോസിൽ വെച്ച് എന്ത് ചെയ്യുവാണ്? അവിടെയുള്ള ആളുകളെ ഉപദ്രവിക്കുമ്പോൾ ആ കൊള്ളുന്ന ഓരോ അടിയും എനിക്ക് അവിടെ അടി കൊണ്ടാൽ ഇരിക്കാൻ പറ്റത്തില്ല. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾക്കൊരു അടി കിട്ടിയാൽ പിന്നെ നിങ്ങൾക്ക് സുഖമായിട്ട് അവിടെ ഇരിക്കാൻ പറ്റുമോ? ഒരടി നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റുമോ? ചിരിച്ചോണ്ടിരിക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനെയെങ്കിൽ യേശുവിന് നിങ്ങൾക്കൊരു വിഷയം വന്നാൽ അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. പക്ഷെ നിങ്ങൾ വിശ്വസിക്കണം. ഇവിടെ പ്രശ്നം. അപ്പം ഞാൻ പറയും, ബ്രദർ ഈ വചനം കേൾക്കുന്നുണ്ടല്ലോ, പക്ഷേ ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഇത് അനുഭവിക്കാൻ പറ്റുന്നില്ല? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് പക്ഷെ പറയുന്നില്ല. ഇപ്പം മനസ്സിലായോ? ഞാൻ വിശ്വസിക്കുന്നു, എനിക്കൊരു പ്രശ്നം വന്നാൽ യേശുവിൻ്റെ വിഷയം വിശ്വസിക്കുന്നുണ്ട് പറഞ്ഞു. വിശ്വസിക്കുന്നവൻ പറയണം. ഞാൻ പറഞ്ഞല്ലോ, ഈ വചനം എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങളാണ്. അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി, കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധമാണ്. നിങ്ങൾക്ക് യേശുവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ വചനം പറയണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. വചനം പറഞ്ഞ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇപ്പം മനസ്സിലായി എന്തുകൊണ്ടാണ് ഈ വചനം പറഞ്ഞു പ്രാർത്ഥിക്കണമെന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതിൻ്റെ കാരണം? വചനം എന്നുള്ളത് ഒരു കമ്മ്യൂണിക്കേഷനാണ്. ആമേൻ. ഇവിടെ പറയുകയാണ്, നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ. ആമേൻ. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വിരോധമായി ഏത് പ്രശ്നം വന്നാലും പറയണം. ഇനി ഏത് വ്യക്തി, രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ പഠിച്ചേക്കുന്നത്. ഒന്ന്, യേശുക്രിസ്തുവിൻ്റെ വിശ്വസിക്കുന്ന ദൈവമക്കൾക്കൊരു വിഷയം വന്നാൽ ആരെതിർത്തോ ആ വ്യക്തി യേശുവിൻ്റെ നാമത്തിൽ അവകാശം പറഞ്ഞു വേണം, ആ വ്യക്തി നിങ്ങൾക്കൊപ്പം വന്ന് ആരാധിച്ചിരിക്കും. ഉറപ്പാ. ആ വ്യക്തി നിങ്ങളോടൊപ്പം വന്ന് ഇരുന്നിരിക്കും. അങ്ങനെ നിങ്ങൾ പറയണം, ഓ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ബ്രദറെ, വലിയ പ്രതിസന്ധിയാണ്. എനിക്ക് പ്രതിസന്ധി ഇല്ല, യേശുവിനാ പ്രതിസന്ധി ഉള്ളത്. ഇപ്പം മനസ്സിലായോ? എനിക്ക് പ്രതിസന്ധി ഇല്ല, കാര്യം ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, ഞാൻ യേശുവിലിരിക്കുക. ഇൻ ക്രൈസ്റ്റ്, യേശുവിലാണ് ഞാൻ. എപ്പോഴും നമ്മൾ പറഞ്ഞു പഠിക്കണം. അതുകൊണ്ടാണ് ബൈബിൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു വാക്കുണ്ട്, യുദ്ധം യഹോവയ്ക്കുള്ളത്. ഞാൻ ചോദിച്ചോട്ടെ, ഇസ്രായേൽ മക്കൾക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി അവിടെയുള്ള അനാക്യ മല്ലന്മാർ വരുമ്പോൾ ദൈവം പറയുക യുദ്ധം യഹോവയ്ക്കാണ്. ഞാൻ ചോദിച്ചോട്ടെ, അവർ വാളും കുന്തവും വടിയുമായി വന്നത് ഇസ്രായേൽ മക്കൾക്കെതിരെയല്ലേ? പക്ഷെ മോശ പറയുന്ന യുദ്ധം യഹോവയുടെയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ അവർ വാളും കുന്തവുമായിട്ട് ഇസ്രായേലിന്റെ നേരെ വരുമ്പോൾ യഥാർത്ഥത്തിൽ അവർ ഇസ്രായേലിനെ അല്ല, അവർക്കെതിരെ അല്ല നേരെ വരുന്നത്, സാക്ഷാൽ യഹോവയ്ക്കെതിരെ. ഇത് തന്നെയാണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പറയുന്നത്. കർത്താവ് പറയുകയാണ്, അവരെ ഉപദ്രവിച്ചപ്പോൾ കൊണ്ടത് എനിക്കിട്ടാ. ഇവിടെ നോക്കി, ഒരു നിമിഷം കൊണ്ട് പൗലോസിന്റെ ശക്തി മൊത്തം പോയി കിട്ടി. എന്തു ബഹളമായിരുന്നു! കുതിരപ്പുറത്ത് പോകുന്നു, സഭയെ മുടിപ്പിക്കുന്നു, സ്ത്രീകളെയും പുരുഷരെ ഉപദ്രവിക്കുന്നു, ഭയങ്കര വലിയ പ്രശ്നം നടന്ന മനുഷ്യൻ ഇപ്പൊ കണ്ണ് കാണാൻ പറ്റുന്നില്ല. 8-ാം വാക്യം നോക്കി, ശൗല് നിലത്തുനിന്ന് എഴുന്നേറ്റ് കണ്ണ് തുറന്നാറെ ഒന്നും കണ്ടില്ല. അവർ അവനെ കൈക്ക് പിടിച്ച് ദമസ്കോസിൽ കൂട്ടിക്കൊണ്ടുപോയി 3 ദിവസം കണ്ണ് കാണാതെയോ തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതിരുന്നു. ഇപ്പൊ മനസ്സിലായോ? തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതിരുന്നു. ഈ വാക്ക് ശ്രദ്ധിച്ചോണം. അടുത്ത വാക്ക് നിങ്ങൾ നോക്കിയാൽ മതി. അവർ നിലത്തുനിന്ന് എഴുന്നേറ്റ് കണ്ണ് തുറന്നാൽ അവനൊന്നും എന്നാൽ അനന്യാസ് എന്ന് പറയുന്ന ഒരു പുരുഷൻ ദമസ്കോസിൽ ഉണ്ടായിരുന്നു. അവൻ കർത്താവിൻ്റെ ഒരു ദർശനം, അനന്യാസെ എന്ന് വിളിച്ചു. കർത്താവെ, അടിയനിതാ എന്ന് വിളിച്ചു. കർത്താവിനോട്, നീ ചെന്ന് തേർവീതി എന്ന തെരുവീതിയിൽ യൂദയുടെ വീട്ടിൽ തർസോസുകാരനായ ശൗൽ എന്നു പേരുള്ളവനെ അന്വേഷിക്കുക. അവൻ പ്രാർത്ഥിക്കുന്നു. അനന്യാസ് അവനോട്
പുരുഷനെ അകത്ത് വന്ന് താൻ കാഴ്ച പ്രാപിക്കേണ്ടതിന് അവൻ തലമേൽ കൈവെക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ വലിയ ബഹളം വെക്കുന്ന ആൾക്കാരെയൊക്കെ കർത്താവിന് ഒതുക്കാൻ അറിയാം കേട്ടോ. എനിക്ക് ഒത്തിരി പേരെ അറിയാം. വലിയ ബഹളം വെച്ച ആൾക്കാരുണ്ട്, വലിയ മസിൽ പിടിച്ച ആൾക്കാരുണ്ട്. ഒറ്റ പിടുത്തം കർത്താവ് പിടിച്ച ഇത്രയേ ഉള്ളൂ. 3 ദിവസത്തേക്ക് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റിയില്ല, ആഹാരം കഴിച്ച്. അതുവരെ ഭയങ്കര ആർത്ത് തിമിർത്ത് നടന്ന മനുഷ്യനാ. ഇന്ന് അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ കഴിയാതിരിക്കുക. പൗലോസിന് മനസ്സിലായി, നമ്മുടെ മാനുഷിക ശക്തി കൊണ്ടോ മാനുഷിക ബുദ്ധി കൊണ്ടോ മാനുഷിക അധികാരപത്രം കൊണ്ടോ ദൈവത്തോട് യുദ്ധം ചെയ്യുവാൻ കഴിയത്തില്ല. ഇപ്പം മനസ്സിലായോ? ദൈവമക്കൾക്ക് ശക്തിപ്പെടാനുള്ള വചനമാണ് ഞാനീ പറഞ്ഞത്. നിങ്ങൾക്കെതിരായിട്ട് വരുന്ന ഒരായുധവും വലിക്കത്തില്ലെന്ന് തമ്പുരാൻ പറയുന്നുണ്ടെങ്കിൽ ഇതൊക്കെ കണ്ടാൽ മതി. ആ ദേശത്തിലെ അധികാരികളുടെ മേൽ നിന്നും തല്ലിയാലും കൊന്നാലും ഞങ്ങൾക്ക് ഒരു വിഷയമില്ല. ഇപ്പം നമ്മുടെ ഇന്നത്തെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ, ഇപ്പം നിങ്ങളെ ഒരാൾ ഉപദ്രവിച്ചാൽ പോലീസുകാർ പോലും കേസെടുക്കത്തില്ലാത്ത അവസ്ഥ കണ്ടു നോക്കി. ഒരു രാഷ്ട്രീയക്കാരും നിങ്ങളെ മൈൻഡ് ചെയ്യത്തില്ലാത്ത അവസ്ഥ നോക്കി. ഇതാ പൗലോസ് പറഞ്ഞത്. ഡെമസ്കോസിലെ സഭയ്ക്കെതിരെ ഉപദ്രവിക്കുമ്പോൾ അധികാരപത്രം മേടിച്ചുകൊണ്ടാണ് വരുന്നത്. അതിൻ്റെ അർത്ഥം തല്ലിയാലും കൊന്നാലും ആരും ചോദിക്കാൻ വരത്തില്ല. പൗലോസ് ഓർത്തു, ഇനിയിപ്പം ഞാൻ ഇനി ചവിട്ടിയാലും കൊന്നാലും ഇടിച്ചാലും ഒരുത്തരും ചോദിക്കാൻ വരത്തില്ല. പ്രിയരെ, നമുക്ക് ചോദിക്കാൻ കർത്താവുണ്ട് കേട്ടോ. ലോകത്തിൽ എത്ര അധികാരം പ്രാപിച്ച മനുഷ്യനായിക്കോട്ടെ, എത്ര ശക്തനായിക്കോട്ടെ, എത്ര സൈന്യമായിക്കോട്ടെ, നിങ്ങൾക്കെതിരെ വന്നാൽ ഒറ്റ സെക്കൻഡ് കൊണ്ട് അവനെ ഒതുക്കുവാൻ ശക്തിയുള്ളൊരു ദൈവം നമുക്കുണ്ട്. ഇപ്പം മനസ്സിലായോ? ആ കർത്താവിനെയാണ് നാം ഇവിടെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കെതിരെ വരുന്നവനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചോണം. കാര്യം നിങ്ങൾ അവൻ്റെ ഒപ്പം ആരാധിക്കേണ്ടവരാണ്. ഇന്ന് പൗലോസ് സഭയെ മുടിപ്പിച്ച വ്യക്തി, പക്ഷേ ഇന്ന് ദമസ്കോസിൽ അവരുടെ ഒപ്പം ആരാധിക്കുന്ന വ്യക്തിയാക്കി ദൈവം പൗലോസിനെ മാറ്റിയെങ്കിൽ നിങ്ങൾക്കെതിരെ പറയുന്ന സകലത്തെയും യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് അനുകൂലമാക്കി മാറ്റും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ ഒപ്പം ഒന്ന് പ്രാർത്ഥിച്ച്. നന്ദി യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ, ഞാൻ അങ്ങേ വാഴ്ത്തുന്നപ്പാ, ഞാൻ അങ്ങേ സ്തുതിക്കുന്നപ്പാ. ഇന്ന് കർത്താവിൻ്റെ വലിയ പ്രവൃത്തികളെ ഇന്ന് തൻ്റെ കുടുംബത്തിലേക്ക് കർത്താവ് അയക്കുന്നല്ലോ. ഞാനിന്ന് ചില ഭവനങ്ങളെ കർത്താവ് എന്നെ കാണിക്കും. നമ്മുടെ ഈ നാട്ടിൽ ഈ കമ്പിളി നാരങ്ങ എന്ന് പറഞ്ഞ വലിയ വലിപ്പമുള്ള ഒരു നാരങ്ങ ഉള്ള, ചെറിയ ഇതല്ല, വലിയ നാരങ്ങ ഉള്ള ഒരു വീട്ടുമുറ്റം കർത്താവ് എന്നെ കാണിക്കുക. വലിയ നാരങ്ങ ഉള്ള, ചെറുതല്ല, വലിയ കമ്പിളി നാരങ്ങ എന്ന് കോട്ടയത്ത് പറയും, ബാക്കി എനിക്കറിയത്തില്ല നിങ്ങളുടെ അങ്ങോട്ട്. വലിയ നാരങ്ങ ഉള്ള അങ്ങനെ ഒരു മരമുള്ള ഒരു ഭവനത്തെ കർത്താവ് ഇന്ന് കാണിക്കുന്നു. എന്നോട് ആ ഭവനത്തെ നോക്കിയിട്ട് കർത്താവ് പറയുകയാണ്, മരണത്തിൻ്റെ അധികാരങ്ങൾ ആ കുടുംബം വിട്ട് മാറിപ്പോവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ 2 തലമുറകൾ ആ ഒരു ഭവനത്തിൽ ഞാൻ കാണുകയാണ്. ഇന്ന് ആ ഭവനത്തിൻ്റെ മേൽ കർത്താവിൻ്റെ വലിയ പ്രവൃത്തിയെ ദൈവം ഇന്ന് അയക്കാൻ വേണ്ടി പോവുക. ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ കുറേ നാളുകളായിട്ട് ഒന്നിനു പുറകെ ഒന്നായിട്ട് ഓരോ പ്രശ്നങ്ങൾ കയറിക്കൂടി ആ കുടുംബത്തിൻ്റെ അകത്തു ഒരു തരത്തിലും ഉയരാൻ വഴിയാതെ വണ്ണം എത്ര ശ്രമിച്ചിട്ടും എല്ലാം വിറ്റ് നശിപ്പിക്കേണ്ട ഒരവസ്ഥ. എത്ര സമാധാനത്തിൻ്റെ അന്തരീക്ഷം കുടുംബത്തിലുണ്ടായാലും ഒറ്റ സെക്കൻഡ് കൊണ്ട് അത് മുഴുവനും തരിപ്പടമായിട്ട് മരിക്കണമെന്നൊരു ചിന്ത വ്യാപരിക്കുന്ന ഭവനമാണത്. ഇന്ന് ആ ഭവനത്തെ കർത്താവ് സ്പർശിക്കുന്നു. ആ 2 വ്യക്തികളെ ഫോക്കസ് ചെയ്ത് കർത്താവിനോടൊരു വാക്ക് പറയുന്നു. ഞാൻ ഇന്ന് ആ ഭവനത്തിൻ്റെ അകത്ത് എന്നെ കർത്താവ് ചില കാഴ്ചകൾ ഇന്ന് കാണിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ ഒരു മുറിക്കകത്ത് ഒരു കോർണറിലായിട്ട് ഞാൻ കാണുന്ന ഒരു കുഞ്ഞ് ഈ ബെഡ് ലാമ്പ്, പക്ഷെ അത് വെച്ചിരിക്കുന്നത് താഴെയാണ് ഇരിക്കുന്നത്. ആ സാധാരണ നമ്മൾ വെക്കുന്നത് എന്തെങ്കിലും ഒരു സ്റ്റാൻഡേലാണ്, പക്ഷേ ഇത് ഏറ്റവും താഴെ ഉപയോഗിക്കാതെ മാറി വെച്ചേക്കാണ്. ഒരു കോർണറിൽ കൊണ്ടുപോയിട്ട് ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ആ ഒരു മുറിയാണ് ഞാൻ കാണുന്നത്. പക്ഷേ ആ ബെഡ് ലാമ്പ് യൂസ് ചെയ്യുന്നില്ല, യൂസ് ചെയ്യാത്തതാണോ, പക്ഷെ ഒരു കോർണറിലാണ് ഞാൻ കാണുന്നത്. ആ സാധാരണ നമ്മുടെ ബെഡിൻ്റെ അടുത്തായിട്ടായിരിക്കും സാധാരണ വെക്കുന്നത്, പക്ഷേ ഇതൊരു കോർണറിൽ കൊണ്ട് വെച്ചേക്കുന്നതായിട്ട് ഞാൻ കാണുന്നത്. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്ന ഭവനത്തിൻ്റെ മേൽ ദൈവമേ ഞങ്ങളുടെ വലിയ പ്ലാൻ എന്ന് വെളിപ്പെടുകയാണ്. എല്ലാ അധികാരങ്ങളെയും യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് മാറിപ്പോവുകയാണ്. കർത്താവിൻ്റെ നാമത്തിൽ പിതാവേ, ഞങ്ങൾ ആ ഭവൻ പറഞ്ഞു. സ്തോത്രം. അത് ഞങ്ങൾ വയനാടുള്ള വീടാണ്. എൻ്റെ പേര് ഉഷ എന്നാണ്. വയനാടാണ് ഞങ്ങളുടെ വീട്ടിൽ. ആ വീടിന്റെ മുറ്റത്ത് ഒരു കമ്പിളി മ്യൂസിന്റെ മരമുണ്ട്. പിന്നെ അവിടെ എൻ്റെ 2 മക്കളുണ്ട്. മോന് കർത്താവിന്റെ വേലയ്ക്കായി പറഞ്ഞേക്കുന്നതാണ്, പക്ഷെ ഇതുവരെ അവന് അഭിഷേകം പ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. മോള് ആണെങ്കിൽ വിശ്വാസത്തിൽ വന്നിട്ടില്ല. അവരുടെ വീട്ടിൽ എന്നും പ്രശ്നങ്ങളൊന്നും ഓരോരോ അസുഖങ്ങൾ മാറി മാറി വരുവാണ്. ഞാൻ പിന്നെ എൻ്റെ കൈ പൊള്ളിന്ന് ഞാൻ നേരെ സാക്ഷ്യം പറഞ്ഞായിരുന്നു. അപ്പൊ അത്
അന്ന് തന്നെ മോളുടെ കൈ കുറെ പൊള്ളിയിരിക്കും. അപ്പൊ ഞാൻ മോളോട് പറഞ്ഞു, ഞാൻ ഒന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, മോള് വിശ്വാസത്തിലല്ല, കുടുംബത്തിൽ ആരും ഒരു മിനിറ്റ് വിശ്വാസത്തിലല്ല, ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഭയങ്കര സിസ്റ്ററെ, വേദനയാണ്. ഈ ഈ ഈ അടയാളം വല്ലവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല ഇല്ല, അവിടെ ഇനിയിപ്പോ ഒരു എടുത്തോ. ഉപയോഗിക്കാത്ത, ഞങ്ങൾ താമസാരും ഇല്ല വീട്ടില്. ഉം. പക്ഷെ അങ്ങനെ ഒരു ലാമ്പ് അവിടെ റൂമില് ഷോക്കേസിന്റെ ഉള്ളിൽ ഇരിപ്പുണ്ട്, അവിടെ ഇത് ഉപയോഗിക്കുന്നില്ല. ഉപയോഗിക്കുന്നില്ല. ഓ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് അപ്പൊ മോളുടെ കൈ കർത്താവ് കുറെ പൊള്ളിയിട്ടുണ്ട്. ഞാൻ സിസ്റ്ററെ പ്രാർത്ഥിക്കാന്ന് പ്രാർത്ഥിച്ചോ, പറഞ്ഞപ്പോ അവിടെ പറഞ്ഞു, അമ്മ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. സിസ്റ്ററെ പ്രാർത്ഥിച്ചോണം. കർത്താവ്, ഞാൻ പറഞ്ഞില്ല, ചില ഭവനങ്ങളെ കർത്താവ്, സിസ്റ്ററെ, ഞാൻ നിങ്ങളുടെ വീട്ടിൽ ആ പറഞ്ഞ ഭവനത്തിൽ എന്നേലും വന്നിട്ടുണ്ടോ? ഞാനിത് ചോദിക്കുന്ന വേറൊന്നുമല്ല. എന്നേലും വരാൻ ഇല്ല സാധ്യതയുണ്ടോ? ഇല്ല. ഇല്ല. ഈ ഒരു ഞാൻ സമയത്ത് ആകെ കോട്ടയത്ത് വന്നപ്പോ അവിടുന്ന് മാത്രമേ കണ്ടിട്ടുള്ളൂ. ആ സമയത്ത് ഞാൻ ഈ മാത്രമേ വന്നുള്ളൂ. കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഇന്ന് കർത്താവ് ആ ഭവനത്തെ തൊടുക കേട്ടോ. ഇന്ന് തലമുറകളെ കർത്താവ് ഇന്ന് ആ കുടുംബത്തിന് മേലുള്ള പിശാചിൻ്റെ സകല പ്രവൃത്തികൾ തൊടാൻ പറ്റത്തില്ല. ഇന്ന് കർത്താവിലാണ് നമ്മൾ ഇരിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് ഇന്ന് നിങ്ങളുടെ ഭവനങ്ങളെ ദൈവം തൊടുകയാണ്. ദൈവാത്മാവ് നിങ്ങളുടെ ഭവനങ്ങളെ തൊടുകയാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവ് ഇന്ന് ആ ഭവനത്തിൻ്റെ മേൽ രക്ഷയുടെ സന്തോഷം നിറയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പോൾ താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാനൊരു നമ്പർ കർത്താവ് എന്നെ കാണിക്കും. ഈ സഹോദരിയുമായിട്ട് ബന്ധപ്പെട്ടതല്ല, മറ്റൊരു നമ്പർ ഞാൻ കാണുവാണ്. ഒരു 89 എന്നൊരു നമ്പർ കുറേ നേരമായിട്ട്, അത് എന്ത് നമ്പറാണെന്ന് എനിക്കറിയത്തില്ല. 89 എന്നുള്ള ഒരു നമ്പരുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള 89ഉം അതിൻ്റെ അകത്തൊരു 1 കൂടെ ഞാൻ കാണുന്നുണ്ട്. അങ്ങനെ ഒരു നമ്പരുമായിട്ട് ബന്ധപ്പെട്ട് കുറേ നേരം എന്നെ കാണിക്കുകയാണ്. ആരുമായിട്ട് അത് ബന്ധമെന്ന് എനിക്കറിയത്തില്ല. 891 എന്നുള്ള ഒറ്റ സ്ട്രെച്ചിലുള്ള ഒന്നിലൊരു നമ്പരാണ്. ആ ഒരു നമ്പരുമായിട്ട് ബന്ധപ്പെട്ട് കുറേ നേരമായിട്ട് കർത്താവിനെ കാണിക്കുക യേശുവിൻ്റെ നാമത്തിൽ. അത് ആ ഒരു നമ്പരുമായിട്ട് ബന്ധപ്പെട്ടൊരു കണക്ഷനുള്ള, ചിലപ്പോൾ അത് ഫോൺ നമ്പരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വണ്ടി നമ്പരോ അല്ലെങ്കിൽ എന്തെങ്കിലും ആകാം. പക്ഷെ ഞാൻ കാണുന്നൊരു ബോർഡിലാണ് ആ നമ്പർ കാണുന്നത്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവിൻ്റെ വലിയ പ്രവൃത്തി ഇന്ന് അവിടെ ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ 891 എന്നുള്ള, പക്ഷേ അതിനകത്ത് പല നമ്പറുകളുള്ളൊരു ബോർഡാണ്. പക്ഷേ ഇത് ഈ നമ്പറാണ് സ്പെസിഫിക് ആയിട്ട് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു വൈറ്റ് കളറിലൊരു വണ്ടി പോലെയൊക്കെയാണ് കാണുന്നത്, എന്തോ ഒരു സംതിങ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് കർത്താവ് ഇതിൻ്റെ അകത്തൊരു ക്ലിയർ പിക്ചർ ഉണ്ടായി വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിച്ച് ഇന്ന് ബ്ലസ് ചെയ്തപ്പോൾ താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാനിത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് എൻ്റെ ഒരു മാത്യു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ സ്പർശിക്കുകയും മാത്യുവിൻ്റെ സഹോദരനായിട്ട് അല്ലെങ്കിൽ ഒരു സഹോദരനായിട്ട് ഞാൻ ഫിലിപ്പ് എന്ന് പറയുന്ന ഒരു വ്യക്തി, അത് കസിൻ ബ്രദറാണ് ഫിലിപ്പ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് ഞാൻ ആ ഫിലിപ്പിൻ്റെ ഭവനത്തിൽ തന്നെ മോളീനെയും കർത്താവിനെ കാണിക്കും. ഇത് 3 പേരുകളുമായിട്ട് ബന്ധപ്പെട്ടൊരു വ്യക്തിയെ കർത്താവ് കണക്ട് ചെയ്യുവാണ്. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി ആ ഭവനങ്ങളിലെ മേലേക്ക് നാളുകളായിട്ടുണ്ടായ ചില കൊടുക്കൽ വാങ്ങൽ നിമിത്തം ഉണ്ടായ ചില പ്രശ്നങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അതിന് ഇടം കൊടുത്ത വഴി എല്ലാത്തിനും ഞങ്ങൾ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവ് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് അതിനെ എല്ലാ പ്രശ്നങ്ങളെയും ഞങ്ങളത് ബ്രേക്ക് ചെയ്യുന്നപ്പോൾ ദൈവത്തിൻ്റെ സമാധാനം ആ വിഷയത്തിന് മേൽ നിറയുന്നല്ലോ. ദൈവികമായ സന്തോഷം എന്ന ആ വിഷയത്തിന് മേൽ നിറയുന്നല്ലോ. ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവ് ഇന്ന് ഓരോ വ്യക്തികളെയും ഇന്ന് സ്പർശിക്കുന്നു. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നു. ഞാൻ ഒരറിയിപ്പും കൂടെ തുടക്കത്തിൽ പറഞ്ഞ് വിട്ടുപോയി. നാളെ നമ്മുടെ പ്രാർത്ഥന സൂമിലില്ല, നിങ്ങൾക്ക് യൂട്യൂബിലാണ്. നാളെ മാത്രം, നാളെ ഒറ്റ ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ. എനിക്ക് ആ ടൈം നമുക്ക് അറേഞ്ച് ചെയ്യാം. ഈ സമയം തന്നെയാണ് വരുന്നത്, പക്ഷേ അത് ആ മീറ്റിംഗ് നമുക്ക് യൂട്യൂബിൽ മാത്രമായിരിക്കും നാളെ ഉള്ളൂ. നാളെ ഒരു ദിവസത്തേക്ക് മാത്രം യൂട്യൂബിലാണ്. അതിന് ശേഷം സൂമിൽ തന്നെയാണ്. നാളത്തെ കഴിഞ്ഞ് മുതൽ സൂമിൽ തന്നെയാണ്. ഞാൻ അറിയിച്ചെന്നേ ഉള്ളൂ. അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. പ്രാർത്ഥിച്ചു, എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു. ഞാനൊരു വ്യക്തിയെ കർത്താവ് ഇങ്ങനെ ഈ ഒരു ബോസ് എന്ന് വിളിക്കുന്നത് വിളിപ്പേരാണോ അല്ലെങ്കിൽ അതൊരു ഒഫീഷ്യലായിട്ടുള്ളതാണ് എനിക്കറിയത്തില്ല. ബോസ് എന്ന് പക്ഷേ വിളിക്കുകയും ആ ഒരു ചില പേപ്പറിലേക്ക് ആ ബോസ് എന്നുള്ള പേര് എഴുതി വെക്കുക. അത് ബോസ് എന്ന് പറഞ്ഞാൽ ഒരു വിളിപ്പേരായിട്ട് ഞങ്ങൾ, അതായത് ഒരു പദവിയായിട്ടല്ല ഞാൻ കാണുന്നത്. നമുക്കറിയാം ബോസ് എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ പദവിയാണ്, പക്ഷെ പദവിയല്ല, ഒരു വിളിപ്പേരാണ് ഞാൻ കേൾക്കുന്നത്. പക്ഷെ അത് ഒഫീഷ്യലായിട്ടുള്ള പേരാണെന്ന് എനിക്ക് അറിയത്തില്ല. ബോസ് എന്ന് വിളിക്കുന്ന ഒരു വ്യക്തിയെ
ആ വ്യക്തിയുടെ ഭവനത്തിൻ്റെ അകത്ത് ഞാനൊരു ആൺ തലമുറയെ കാണുന്നു. ആൺ തലമുറയുടെ ശരീരത്തിൻ്റെ മേൽ കർത്താവിൻ്റെ വലിയൊരു സ്പർശനത്തെ ഉണ്ടാകുന്നതായിട്ടും ആ ഭവനത്തെ ഇന്ന് തമ്പുരാൻ്റെ വലിയ പ്രവൃത്തിയെ അങ്ങ് അയക്കുന്നതായിട്ടും യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് അങ്ങയുടെ അത്ഭുതകരമായ പ്രവൃത്തി എന്നവിടെ ഉണ്ടാകട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു. യേശുവേ, ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവെ, ഞാനൊരു ഒരു ഒരു ഭവനത്തെ ഞാനിന്ന് കാണുകയാണ്. ഞാൻ നിങ്ങളെല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. ഞാനിത് പ്രാർത്ഥിക്കുമ്പോൾ എന്നെ കർത്താവ് ഈ കൈതയിൽ എന്ന് പറഞ്ഞ ഒരു കുടുംബ പേര് കർത്താവിനെ കാണി. കൈതയിൽ എന്ന് പറയുന്ന ഒരു കുടുംബ പേര്, ആ ഒരു കുടുംബ പേരുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് ഇന്ന് ആ കുടുംബത്തിൻ്റെ അകത്ത് കുറേ നാളുകളായിട്ടുണ്ടായിരുന്ന നിരാശ തളം കെട്ടിക്കിടക്കുന്ന, അതായത് നിരാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമ്മിൽ ആരും തമ്മിൽ ചേരത്തില്ല, എപ്പോഴും പ്രശ്നങ്ങളാണ്. ആ കുടുംബത്തിൻ്റെ അകത്ത് മുഴുവൻ എപ്പോഴും പ്രശ്നങ്ങളാണ്, യുദ്ധസമാനമായിട്ടുള്ള വിഷയങ്ങളാണ്, എപ്പോഴും വാക്ക് തർക്കങ്ങളുമുള്ള കൈതയിൽ എന്ന് പറയുന്ന ഒരു ഭവന പേരാണ് ഞാൻ കാണുന്നത്. ഇന്ന് ആ ഭവനത്തിൻ്റെ മേൽ കർത്താവിൻ്റെ വലിയ പ്രവൃത്തിയെ ഇന്ന് തൊടുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവ് ഇന്ന് ആ ഭവനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയെ തൊടുന്നു. എല്ലാ കലഹങ്ങളും വിട്ടുമാറട്ടെ. എല്ലാ കലഹത്തിൻ്റെ ആത്മാവ് ആ കുടുംബം വിട്ട് മാറിപ്പോട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഓരോ മക്കളെയും അനുഗ്രഹിക്കുന്നപ്പാ. ഈ സമയത്ത് രോഗത്താൽ ഭാരപ്പെടുന്നവർ പറയേണ്ട വാചകം ഞാൻ യേശുവിൻ്റെ ശരീരമാണ്. യേശുവിൻ്റെ ശരീരത്തിൽ രോഗത്തിനിരിക്കാൻ പറ്റത്തില്ലെങ്കിൽ, മ്യൂട്ട് ചെയ്ത് എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്, യേശുവിൻ്റെ ശരീരത്തിൽ രോഗത്തിനിരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, യേശുവിൻ്റെ ശരീരത്തിൽ രോഗാത്മാവിനിരിക്കാൻ പറ്റത്തില്ലെങ്കിൽ, എൻ്റെ ശരീരത്തിലോ എൻ്റെ കുടുംബത്തിലോ എൻ്റെ ജീവിതത്തിലോ ഇരിക്കാൻ യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ്. ഈ വചനത്തിന് പ്രകാരം ഈ സമയത്ത് ആരും പ്രയർ റിക്വസ്റ്റുകൾ അയക്കരുത്. ഈ സമയത്ത് ഒരാൾ പോലും നിങ്ങൾ പരസ്പരം ഈ മെസ്സേജുകൾ അയക്കല്. നിങ്ങൾ റിസീവ് ചെയ്യണം. കാര്യം ദൈവാത്മാവിൻ്റെ വലിയ ഇടപെടൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. കർത്താവ് നിങ്ങളുടെ വിഷയങ്ങളെ തൊടുന്ന സമയമാണ്. ഈ സമയത്ത് നിങ്ങളുടെ ശ്രദ്ധ മാറിപ്പോകരുത്. കർത്താവ് നിങ്ങളുടെ ഭവനങ്ങളെ സ്പർശിക്കുന്ന സമയമാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവെ അങ്ങ് തൊടുന്നല്ലോ, ദൈവം സ്പർശിക്കുന്നല്ലോ, ദൈവാത്മാവ് ഇടപെടുന്നല്ലോ. അപ്പോൾ കർത്താവിൻ്റെ വലിയ കൃപ ഇന്നവിടെ ചൊരിയുന്നല്ലോ. അങ്ങയുടെ വലിയ മഹത്വം ഇന്നവിടെ വെളിപ്പെടുന്നല്ലോ. അങ്ങയുടെ കൃപ ഇന്നവിടെ ചൊരിയുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അപ്പോൾ ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഈ സമയത്ത് രോഗത്താൽ ഭാരപ്പെടുന്നവർ കൈ വെച്ചിട്ട് പറയണം, യേശുവിൻ്റെ ശരീരത്തിൽ രോഗത്തിനിരിക്കാൻ കഴിയത്തില്ലെങ്കിൽ എൻ്റെ ശരീരത്തിൽ രോഗത്തിനിരിക്കാൻ കഴിയത്തില്ല. ഞാൻ കർത്താവ് എന്നെ ഈ സമയത്ത് ജോയൽ എന്ന് പറയുന്ന ഒരു മകനെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് പറഞ്ഞു. ഇത് ജോയൽ മകനുള്ള ആരെങ്കിലും കസിൻ ബ്രദറോ ഒന്നുമല്ല, ജോയൽ എന്ന് പറയുന്ന മകനുള്ള, വേഗത്തിലൊന്ന് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണ്. ജോയൽ ബ്രദർ, മകനുള്ള, എന്റെ മോന്റെ പേര് ജോവൽ ജോവൽ അല്ല, എന്റെ മോന്റെ പേര് ജോയൽ എന്നാ. ബൈക്ക് യൂസ് ചെയ്യുന്ന, ഒരു സെക്കൻഡ്, ഒരു മിനിറ്റ്. ബൈക്ക് യൂസ് ചെയ്യുന്ന ഒരു ജോയലാണ്. വേഗത്തിൽ ബൈക്ക് യൂസ് ചെയ്യുന്ന ജോയലുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് ആ ജോയലിൻ്റെ മേലേക്ക് വലിയൊരു ദൈവപ്രവൃത്തി ഈ സമയത്ത് വേഗത്തിൽ ആ മകന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ അനർത്ഥത്തെ വെട്ടിവിടുന്ന കർത്താവ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നപ്പാ. ഇന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾ വലിയൊരു സ്പിരിച്വൽ കവറിങ്ങിൻ്റെ അകത്ത് ഈ സമയത്തായിരിക്കണം. നമ്മുടെ ഈ സ്പിരിച്വൽ കവറിങ്ങിൻ്റെ അകത്ത്, കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ കവറിങ് ആണ്. ഇതിൻ്റെ അകത്ത് പിശാചുകൾക്ക് കയറാൻ കഴിയത്തില്ല. ഇതിൻ്റെ അകത്ത് ദൈവാത്മാവിൻ്റെ വ്യാപാര ശക്തി നിങ്ങളുടെ മേൽ പതിഞ്ഞുകൊണ്ടിരിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന അതിരുകൾ വിസ്താരമാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവിൻ്റെ കൃപ പെരുകുന്നല്ലോ. കർത്താവ് ഞങ്ങൾ ഓരോരുത്തരും ഇന്ന് അനുഗ്രഹിക്കുന്നു. ആരും മ്യൂട്ട് മാറ്റാണ്ട് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. എ ബ്ലെസ്സിങ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. വി ബിലീവ് ഇൻ മിറക്കിൾ. കർത്താവ് ഇങ്ങനെ ഓരോ വ്യക്തികളെ അങ്ങ് സ്പർശിക്കുന്നല്ലോ. അങ്ങ് തൊടുന്നതിന് നന്ദി. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വലിയ പ്രവൃത്തികളാൽ നിങ്ങൾ പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ വരണം. എനിക്കറിയാം കർത്താവിൻ്റെ ഒരു വലിയൊരു സാന്നിധ്യം, നിങ്ങളുടെ ഡിസ്ട്രാക്ഷൻ ഉണ്ടാകുമ്പോൾ അപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, വേറെ ഒന്നിലേക്ക് ചിന്ത പോരുത്. കണ്ണടച്ചുകൊണ്ടിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. കർത്താവ് അതിലേക്ക് സ്പർശിക്കാൻ ഇടയായിത്തീരും. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. ഈ സമയത്ത് ആർക്കെങ്കിലും ഒരു സാക്ഷ്യമോ ദൈവിക ആലോചന ഇടപെട്ടവരോ ഉണ്ടെങ്കിൽ നമുക്കത് ഏറ്റെടുക്കാം.
കർത്താവ് നിങ്ങളെ സഹായിക്കും. ഒരേ ആലോചന ഒരേപോലെ വരുന്നുണ്ടെങ്കിൽ നിങ്ങളത് ഏറ്റെടുത്താൽ മതി. പ്രത്യേകിച്ച് നിങ്ങൾ എടുത്തു പറയേണ്ട കാര്യമില്ല. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആർക്കെങ്കിലും ഒരു സാക്ഷ്യം പറയാനുണ്ടെങ്കിൽ പറയാനുള്ള സമയമാണ്. നമുക്ക് ഒരുമിച്ച് ഇന്ന് ദൈവസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് നമുക്ക് ദൈവസന്നിധിയിൽ സാക്ഷ്യമുള്ളവർക്ക് കേൾക്കാം. നിങ്ങൾ ഒരുമിച്ച് മ്യൂട്ട് മാറ്റല്. നിങ്ങളെ ഈ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഹോസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അവർക്ക് ഓരോരുത്തരെ വെച്ച് മ്യൂട്ട് ചെയ്യുക എന്നുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ ഒരാൾ സംസാരിക്കും, മറ്റേ ആൾക്കാർ എന്ത് ചെയ്യുക, മ്യൂട്ട് ചെയ്യുക, അത് കേൾക്കുക. നിങ്ങൾക്ക് അവസരമുണ്ട്. നമുക്ക് ഒരുമിച്ച് ഇന്ന് സാക്ഷ്യങ്ങൾ ഉള്ളവർക്ക് കേൾക്കാം. ഇല്ലെങ്കിൽ നമ്മൾ വിശ്വാസ പ്രഖ്യാപനങ്ങളേറ്റ് പറയാം. ആരെങ്കിലും ഉള്ളവരുണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. എനിക്കൊരു സാക്ഷിയാണ്. പറഞ്ഞോ ഹലോ പറഞ്ഞോ. ഹലോ, അതേപോലെ നമ്മളെ ഉഷ ചന്ദ്രമോഹൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുംബൈ. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോ സിസ്റ്റർ. നമ്മൾ ഉഷ ചന്ദ്രമോഹൻ ക്രിയാറ്റിന്റെ അളവ് കൂടുതലായിട്ട് അന്ന് അവര് ഒരുപാട് വെയിറ്റുള്ള ആളാണ്. അവര് ഉഷയുടെ മേലെ അവരാ ശരീരം അങ്ങനെ കിടക്കെടുത്ത് നടക്കുക എന്ന് പറഞ്ഞപ്പോ ചാടി എണീറ്റു പറഞ്ഞില്ലേ ഒരു വ്യക്തിയെ. അവര് ഇപ്പോ ക്രിയാറ്റിന്റെ അളവ് 40% ക്രിയാറ്റിന്റെ അളവ് കൂടുതലാണ് പറഞ്ഞു. ദൈവം അവിടെ പ്രവർത്തിച്ചു. ഇപ്പൊ 1.8 ആയിരിക്കുന്നത്. വലിയൊരു അനുഗ്രഹമാണ് അവര് ശരീരത്തിൽ പ്രവർത്തിച്ചത്. ഇപ്പൊ ആള് സ്വയം നടക്കുന്നുണ്ട്. ഇപ്പൊ ഫുഡ് കഴിക്കുന്നുണ്ട്. മുമ്പൊന്നും ഫുഡ് കഴിക്കാൻ പറ്റില്ല. ഭയങ്കര പ്രശ്നമാണ്. ഇപ്പോഴും അവരടുത്ത് തന്നെ ആ രോഗിയുടെ അടുത്ത് തന്നെ അവര് വൈഫ് ഇരിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും എവിടേക്കും പോകാൻ പറ്റില്ല. ഞാൻ ഓരോ ദിവസവും വിളിച്ച് അന്വേഷിക്കുമ്പോൾ ഒന്നും ഫോൺ എടുക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ ദിവസം പ്രാർത്ഥിക്കും. വചനങ്ങളൊക്കെ ഇതുപോലെ അയച്ചു കൊടുക്കും. ഓരോ കാര്യങ്ങളും അവർക്ക് നോക്കാനൊന്നും സമയമില്ല. എന്ന് വെച്ചാൽ അങ്ങനെയായിരുന്നു. ഇപ്പൊ വലിയൊരു അനുഗ്രഹമാണ് ആ ദൈവം അവരോട് പ്രവർത്തിച്ചിരിക്കണേ. സ്ട്രോക്കാണ് വന്നിരിക്കുന്നത്. സർജറി ചെയ്യണം പറഞ്ഞു. തീർച്ചയായിട്ടും വലിയൊരു സാക്ഷ്യം തന്നെയാണ് സിസ്റ്റർ പറഞ്ഞത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അത് ക്രിയാറ്റിൻ അളവ് കൂടി വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. പക്ഷെ കിടക്കെടുത്ത് നടക്കുക, യേശുവിൻ്റെ നാമത്തിൽ പറഞ്ഞ് മാത്രമേ തന്നെ ശരീരത്തിൽ വ്യത്യാസം വന്നവർ നടക്കുവാൻ തുടങ്ങി. ഇന്ന് കേട്ടതുപോലെ ആ ക്രിയാറ്റിൻ്റെ അളവ് വർദ്ധിച്ചിരുന്ന അവസ്ഥയിൽ നിന്നും ആഹാരം കഴിക്കുവാൻ തുടങ്ങി. വലിയ വ്യത്യാസങ്ങൾ, സ്വന്തമായിട്ട് നടക്കാൻ കഴിയാത്ത ആൾ നടക്കുവാൻ തുടങ്ങിയ നിമിഷം തന്നെ കർത്താവ് കൊടുത്ത ആ സൗഖ്യത്തിന് നന്ദി. വചനം പറയാനുള്ള കൃപയ്ക്ക് നന്ദി. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. അനേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, വചനത്താൽ ബലപ്പെടുത്തുക, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബ്രദറെ, എനിക്കൊരു സാക്ഷിയുണ്ട്. പറഞ്ഞോ. ഒരു മിനിറ്റ് പറഞ്ഞോ. ബ്രദറെ, ഇന്ന് എന്റെ ജീവിതത്തിൽ നടന്ന സംഭവമാണ്. ഇന്ന് 4:30 കഴിഞ്ഞപ്പം ഭയങ്കര ഒരു മഴയുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കിച്ചണിനകത്ത് ഗ്യാസ് ഓണാക്കിക്കൊണ്ട് ഗ്യാസ് കത്തിച്ചിരിക്കുക. ഞാൻ അവിടെ തന്നെ നിൽക്കുക. അന്നേരം നല്ലൊരു ഇടി വന്നു. എന്റെ കാലങ്ങ് തെറിച്ച് തരിച്ചങ്ങ് മാറി. ഭയങ്കര അപകടത്തിൽ നിന്ന് എന്റെ കർത്താവ് എന്നെ രക്ഷിച്ച് എന്നെ എന്റെ കുടുംബത്തെയും. ഇതെന്റെ വീടല്ല, ഞങ്ങളുടെ വീട് പണിക്ക് വേണ്ടി ഞങ്ങൾ വേറൊരു വീട്ടിലോട്ട് താമസം മാറ്റിയതാണ്. തീർച്ചയായിട്ടും കർത്താവ് അതെ വലിയൊരു അനുഗ്രഹമാണ്. കാരണം ഇന്ന് വിലാപ ഭവനമാകേണ്ട സ്ഥാനത്ത് കർത്താവ് സൂക്ഷിച്ചു. വലിയൊരു അനർത്ഥത്തിൽ നിന്ന് ദൈവം വെടിവെച്ചു. കർത്താവ് അങ്ങ് ഉള്ളംകരത്തിൽ വഹിച്ചതിന് നന്ദി. പ്രിയമകളെ അങ്ങ് സൂക്ഷിച്ചതിന് നന്ദി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരു സാക്ഷിയുണ്ട്. പറഞ്ഞോ. ഇന്ന് ഞാൻ തൊഴിലുറപ്പിന് പോകുന്ന ഒരാളാണ്. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സഹോദരി കുഴിയെടുക്കാനായിട്ട് തൂമ്പായെടുത്ത് കളിച്ചുകൊണ്ടിരുന്നപ്പം പെട്ടെന്ന് കാലിനൊരു പ്രയാസം വന്നു. കാലങ്ങ് ചുരുണ്ടു പോകുന്ന പോലെ ആയിപ്പോയി. ആ കുഴിയുടെ പക്കത്തിരുന്നു. അപ്പം ഞാൻ നടത്തിയെന്ന് ചോദിച്ചു. ഞാൻ ഒന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചു. അന്നേരം പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ കാലെ കൈവച്ച യേശുക്രിസ്തുവിന്റെ തിരുമുറിവിനാൽ സൗഖ്യമാകുന്നു, യേശുക്രിസ്തുവിന്റെ തിരുമുറിവിനാൽ സൗഖ്യമാകുന്നത് 3-4 പ്രാവശ്യം കൈവച്ച് പ്രാർത്ഥിച്ചു. അന്നേരം ആ സഹോദരിയുടെ ആ പ്രയാസം കാലിന്റെ മാറി. എഴുന്നേറ്റ് പിന്നെയും പണിയെടുക്കാൻ തുടങ്ങി. ഇത് വലിയൊരു സാക്ഷ്യം തന്നെയാണ് സിസ്റ്റർ പറഞ്ഞത്. നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങളുടെ ജോലി സ്ഥലങ്ങളിൽ കർത്താവ് നിങ്ങളെ ഇതേപോലെ ഉപയോഗിക്കും. ജോലി സ്ഥലത്ത് തൊഴിലുറപ്പിന് പോകുന്ന സമയത്ത് നിങ്ങൾ കേട്ടതില്ല, സഹോദരി പെട്ടെന്ന് കാലിന് ബുദ്ധിമുട്ടായിട്ട് ഇരിക്കാൻ ഇടയാത്തുന്ന സാധാരണഗതിയിൽ എന്ത് ചെയ്യും, ഒരു ഓട്ടോറിക്ഷ വിളിക്കും, ആളെ കൂട്ടും, നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, പിന്നെ അവിടെ കിടക്കുവാണ് പതിവ്. പക്ഷെ ആ സഹോദരി പെട്ടെന്ന് ഓർമ്മ വന്നു, യേശുവിൻ്റെ തിരുമുറിവിനാൽ ആരോഗ്യമുണ്ട്. അത് പറയുക മാത്രമല്ല, കൈവച്ചു പ്രാർത്ഥിച്ചു. പറഞ്ഞു കേട്ട് യേശുവിൻ്റെ കാമത്തിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ഓട്ടോ പിടിച്ചു ഹോസ്പിറ്റലിൽ പോയി കിടക്കേണ്ട ഒരു വിഷയമായിരുന്നു. പക്ഷേ ആ നിമിഷം കൈവച്ച് പ്രാർത്ഥിച്ചു, സൗഖ്യമായി. പിന്നെയും ആ സഹോദരി ജോലി ചെയ്യുവാനുള്ള സൗഖ്യത്തെ കർത്താവ് കൊടുത്തു. ആമേൻ. വലിയൊരു സാക്ഷ്യം തന്നെയാണിത്. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. അനേകർക്ക് വേണ്ടി ഇതേപോലെ പ്രാർത്ഥിക്കണം. ഇതേപോലെ തകർന്നിരിക്കുന്ന ഭവനങ്ങളിൽ പോയി പ്രാർത്ഥിക്കണം. കർത്താവ് അത്ഭുതം ചെയ്യും. ഗോഡ് ബ്ലെസ് യു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബോംബെ നിന്നാണ്. പറഞ്ഞു. ഇപ്പം പാസ്റ്റർ വണ്ടിയുടെ നമ്പർ പറഞ്ഞത് 819 ആണോ 879 ആണോ? വൈറ്റ് വണ്ടി
891 എന്ന് മാത്രം നമ്പറാണ്. 3 നമ്പറാണ് ഞാൻ ഓക്കെ. കണ്ടത്. നമ്പർ ആ ആ 3 നമ്പർ എന്നുള്ള ചിലപ്പോൾ കണ്ടിന്യൂസ് നമ്പർ ആയിരിക്കത്തില്ല, ചിലപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ അകത്തുള്ള ഒരു ബോർഡിലുള്ള നമ്പറാണ് ഞാൻ കണ്ടത്. ചിലപ്പോൾ ആ നമ്പറുകൾ ഫോണിലുള്ളതാ. അതിൻ്റെ ആ ബോർഡിലുള്ള ഞാൻ കണ്ട ഒരു ബോർഡ് പോലെ കാണുന്നത് അതിൻ്റെ അകത്തുള്ള നമ്പറുകളാണ്. ഇതിനകത്ത് ഈ 3 നമ്പരും ഉള്ള ഒരു സംഭവമാണ്. അതിനെ അത് മാത്രമേ കർത്താവ് കാണിച്ചുള്ളൂ. ആ ഒരു നമ്പരുമായിട്ട് ചിലപ്പോൾ മുന്നോട്ടത് കർത്താവ് അത് കാണിക്കും. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ ഇരിക്കാം കേട്ടോ. ഓക്കെ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? പ്രൈസ് ലോർഡ് പാസ്റ്റർ. പറഞ്ഞു. പ്രൈസ് ലോർഡ് പാസ്റ്റർ. എന്റെ പേര് അഞ്ജു എന്നാ, ഞാൻ ബഹ്റിനിന്നാ സംസാരിക്കുന്നത്. ഞാൻ പാസ്റ്റർ നാട്ടിൽ വന്നപ്പോൾ ഞാൻ പാസ്റ്ററെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ ഹസ്ബൻഡ് OET എക്സാം എഴുതുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് അറ്റംപ്റ്റ് ആണ്, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പാസ്റ്റർ ഫോണിൽ കൂടെ പ്രാർത്ഥിച്ചു. പിന്നെ എന്റെ മമ്മി, ആന്റി, അങ്കിൾ എല്ലാം തൃശ്ശൂര് മീറ്റിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവര് കണ്ടിന്യൂസ് പാസ്റ്ററുടെ മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങൾ വിശ്വാസത്താൽ പ്രാർത്ഥിച്ചായിരുന്നു. കർത്താവ് ഞങ്ങൾക്ക് വിജയം തന്നതിനായി സ്തോത്രം. ഇന്ന് എക്സാം എഴുതി ഇന്ന് റിസൾട്ട് രാവിലെ വരുന്നത് വരെയും ഞങ്ങൾ കണ്ടിന്യൂസ് ആ വിഷയം തന്നെ ഞങ്ങൾ പ്രാർത്ഥനയിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടുത്തെ ദിവ്യാത്മാവിനാൽ നിറച്ച് ജ്ഞാനവും ബുദ്ധിയും സാമർത്ഥ്യം നൽകിയതിനാൽ സ്തോത്രം എന്ന് ഞങ്ങൾ എക്സാമിന്റെ സമയത്തെല്ലാം പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ കൃപ. ലാസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു ലിസണിങ്ങിൽ. പക്ഷെ ദൈവം തമ്പുരാൻ B ഗ്രേഡ് നൽകി OET ക്ലിയർ ചെയ്യാനായിട്ട് കർത്താവ് ഇടയാക്കി. ദൈവം തമ്പുരാൻ ഒത്തിരി നന്ദി. അതുപോലെ തന്നെ പ്രാർത്ഥിച്ച പാസ്റ്റർക്കും എല്ലാവർക്കും ഒത്തിരി നന്ദി പറയുന്നു. ഇത് വലിയൊരു സാക്ഷ്യമാണ്. സിസ്റ്ററിനെ വിളിക്കാൻ ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്. ലാസ്റ്റ് ചാൻസ് ആണ് ഇത്. വലിയ സങ്കടത്തോടെ ഇരുന്ന ഒരു അവസരമായിരുന്നു. പക്ഷെ ദൈവാത്മാവ് പറഞ്ഞ് ജയം കൊടുക്കും എന്ന് പറയാൻ ഇടയാത്തുന്നു. കർത്താവ് അത് അത്ഭുതമാക്കി മാറ്റുന്ന നന്ദി, സാക്ഷ്യമാക്കി മാറ്റുന്ന നന്ദി. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. സാക്ഷ്യം പറഞ്ഞതിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ഇന്ന് ഞാൻ സൂമില് കയറിയിരിക്കുമ്പോ തന്നെ എനിക്ക് ഒന്നും ചാറ്റ് ചെയ്യാനൊന്നും പറ്റാത്ത അവസ്ഥയിലായിരുന്നു. ഞാനൊരു ഹാൻഡ് റൈസ് ചെയ്തിട്ട് ഞാൻ അങ്ങനെ ഇരിക്കുകയായിരുന്നു. വളരെ സങ്കടപ്പെട്ടു. അപ്പോ ആദ്യത്തെ ബ്രദറിന്റെ മെസ്സേജ് തന്നെ ഒരു പ്രതികൂല സാഹചര്യങ്ങൾ കൂടി, ഒരു കാരണമില്ലാതെയുള്ളൊരു പ്രതികൂല സാഹചര്യങ്ങൾ, ഒരു വ്യക്തിയെ, എനിക്ക് വളരെ വിഷമിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ, ഈ സോണിലുള്ള ഒരു വ്യക്തിയെ ദൈവം ആത്മാവ് കാണിക്കുന്നു എന്ന് പറഞ്ഞു. സത്യമായിട്ടും വളരെ സങ്കടത്തോടുകൂടി, സഹിക്കാൻ പാടില്ലാത്തൊരു സങ്കടത്തോടുകൂടി തന്നെയാണ് ഞാൻ ഇരുന്നിരുന്നത്. കാരണം എന്താ വെച്ചാൽ യാതൊരു ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ഇഷ്യൂസ് ഉണ്ടാകാതെ തന്നെ നമ്മുടെ മിത്രങ്ങളൊക്കെ എനിമീസായി മാറുന്നൊരവസ്ഥ. ഒരു ഇതുമില്ല, നമ്മൾ സഹായിച്ചിട്ടുള്ളവർ അങ്ങനെയുള്ളവർ പോലും ഒരു കാരണമില്ലാതെ ഞങ്ങൾക്ക് ശത്രുവായി തീരുന്ന ഒരവസ്ഥ. അപ്പോ ഈ അവസ്ഥയില് എന്തെടുക്കണം? അപ്പൊ തന്നെ ബ്രദർ പറഞ്ഞു അവർക്ക് വേണ്ടി അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാനും കൂടെ പറഞ്ഞു. അത് കേട്ടതോടുകൂടി ഞാൻ അങ്ങനെ ആ ഒരു മെന്റാലിറ്റിയിലേക്ക് ഞാൻ വന്നു. എനിക്ക് എന്ത് ചെയ്യണം, ഏത് ചെയ്യണം? ശപിച്ച് പ്രാർത്ഥിക്കാൻ നമുക്ക് വകുപ്പില്ല. എന്നാൽ താങ്ങാനാവാത്ത ഭാരം. കുറച്ച് ദിവസങ്ങളായെങ്കിലും ഇന്ന് അതൊരു പ്രത്യേകം വീണ്ടും ഞാൻ ക്ഷമിക്കാൻ നോക്കുമ്പോഴും വീണ്ടും എനിക്ക് ഇഷ്യൂസ് ഉണ്ടായി. ഞാനത് ഇവിടെ പറഞ്ഞാൽ ടൈം എടുക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്റെ ഫാമിലി ഇഷ്യൂസ് തന്നെ. എന്റെ ഫാമിലി ഇഷ്യൂസ് അല്ല, എന്റെ ബന്ധുവായിട്ടുള്ളൊരു ഒരു കാര്യവുമില്ല. വെറുതെ നമ്മളെ ഒരു അവോയ്ഡ് ചെയ്യുന്ന ഒരു അവസ്ഥ. എപ്പോഴും ഞങ്ങളുടെ സഹായം അവർക്ക് വേണ്ടതാണ്. കർത്താവ് ഇതിന്റെ മേൽ വലിയൊരു മാറ്റം കൊടുക്കും സിസ്റ്ററെ. അപ്പം നമ്മൾ ഈ കേട്ട വചനം പോലെ തന്നെ ആ കർത്താവ് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചോണം. വലിയൊരു സമാധാനം. അങ്ങനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മേൽ ആ ക്രിസ്തു യേശുവിന്റെ സമാധാനം നിറയുവാൻ ഇടയായിത്തീരും. പ്രാർത്ഥിച്ചോണം. കർത്താവ് ഇടപെട്ടതാണ്. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഒരു സാക്ഷ്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞു. എനിക്ക് ചെസ്റ്റ് പെയിനും ബാക്ക് പെയിനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തുടങ്ങി ഞാൻ ശരീരത്തിൽ കൈവച്ച് പറയണേ, എന്തേലും യേശു ക്രിസ്തുവിന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം ലഭിച്ചിരിക്കുന്നു. ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഡോക്ടർ ECG എഴുതി തന്നു. ECG എടുത്ത് പ്രഷർ എല്ലാം നോക്കി നോർമൽ ആയിരുന്നു. യേശുവിന് 1000 നന്ദി. കർത്താവ്. ഇത് ദൈവം കൊടുത്ത വിടുതലിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. ഹലോ ബ്രദറെ, കേൾക്കാമോ ബ്രദറെ? ബ്രദറെ, പിന്നെ ഞാൻ ചെന്നൈയിലാണ് ഉള്ളത്. മമ്മി നാട്ടിലുമാണ്. അപ്പം മമ്മിക്ക് എനിക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകാത്തൊരു സാഹചര്യമായിപ്പോയി ഈ 2-3 ദിവസത്തേക്ക്. അപ്പൊ മമ്മി എന്നോട് പറഞ്ഞു, എനിക്ക് ഓപ്പറേഷൻ നടക്കുകയാണ് കണ്ണിന്റെ. അപ്പൊ നീ വന്ന് ഒരാഴ്ച വന്ന് നിൽക്കുകയും വന്ന് എന്നെ ശുശ്രൂഷിക്കണം, വരണമെന്ന് പറഞ്ഞു.
എനിക്ക് പോകാൻ ഒട്ടും നേരവും കിട്ടിയില്ല. എനിക്ക് ഇവിടുന്ന് മാറാനും പറ്റിയില്ല, എനിക്ക് അങ്ങോട്ട് പോകാനും പറ്റാത്ത അവസ്ഥയായി. ഞാൻ പറഞ്ഞു മമ്മി ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്യ്, എന്നിട്ട് എന്നെ വിളിക്കും, ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പം മമ്മി പോകുമ്പോഴേ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ദൈവമേ യേശുവിന്റെ തിരുമുറിവുകൾ പുതിയ 2 കണ്ണും കൊടുക്കണേന്ന് പ്രാർത്ഥിച്ചു. അപ്പൊ അവിടെ പോയി ടെസ്റ്റ് എടുത്തപ്പോൾ ഒരു കുഴപ്പമില്ല, ഒരു ഓപ്പറേഷനും വേണ്ട, അവിടെ നിന്നോ കുഴപ്പമില്ല എന്ന് പറയുകയും ചെയ്തു. എനിക്ക് അതിൽ നിന്ന് ആമേൻ. വലിയൊരു അയ്യോ, അത് വലിയൊരു അത്ഭുതമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോണം നല്ലതായിട്ട് തന്നെ. നമ്മൾ ഈ ദിവസങ്ങളിൽ പറയുന്നൊരു വാക്കുമായിട്ട് വലിയ ബന്ധമുണ്ട്. പുതിയത് സൃഷ്ടിക്കപ്പെടും. സിസ്റ്റർ പറഞ്ഞാൽ അതിന് ഓപ്പറേഷൻ ഫിക്സ് ചെയ്ത് ഡോക്ടറാണ് ഫിക്സ് ചെയ്തേക്കുന്നത്, നമ്മൾ മാനുഷികമായിട്ടല്ല. ഡോക്ടർ ഫിക്സ് ചെയ്ത് എല്ലാം റെഡിയാക്കി അമ്മ വിളിച്ചു പറഞ്ഞു, മോളെ നീ വന്ന് നിൽക്കണം, എൻ്റെ കൂടെ നിൽക്കാൻ ആളില്ല. പക്ഷേ സിസ്റ്റർ അവിടെ നിന്ന് പഠിച്ചു, കർത്താവ് പുതിയ കണ്ണുകൾ സൃഷ്ടിക്കപ്പെടും. അപ്പം നമ്മൾ സാധാരണ ഒരു പ്രാർത്ഥന പോലെ തന്നെ ശ്രദ്ധിക്കരുത്. നമ്മൾ എന്തു പറയുന്നു, ഞാൻ പറഞ്ഞല്ലോ ജീവൻ വ്യാപരിക്കും. സിസ്റ്റർ അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. പക്ഷേ ചെക്കപ്പ് കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ തന്നെ പറയാൻ ഇടയാത്തീർന്നു, ഓപ്പറേഷനും വേണ്ട, ഒന്നും വേണ്ട, ഒരു കുഴപ്പവും കണ്ണിനില്ല എന്ന് പറയുവാൻ തക്കവണ്ണം. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇത് വലിയൊരു സാക്ഷ്യമാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞ് പഠിപ്പിക്കാറുണ്ടല്ലോ, നിങ്ങൾ പറയണം പുതിയ അവയവങ്ങൾ ഉണ്ടായി വരും. ഡോക്ടർ തന്നെ അത് സർട്ടിഫൈ ചെയ്തു, ഒരു കുഴപ്പമില്ല. സർജറി വേണമെന്ന് പറഞ്ഞ് ഡോക്ടർ തന്നെ പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നവും ഇല്ല എന്ന് പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കേട്ട വചനം പ്രവർത്തിച്ചതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ് പാസ്റ്റർ. എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. പറഞ്ഞു. ഞാൻ ഒത്തിരി ഞാൻ ജൂൺ 12-ാം തീയതി ഇതിനകത്ത് കയറിയത്. അന്ന് മുതൽ എനിക്ക് ഇത് വചന ശുശ്രൂഷ ഒത്തിരി ആശ്വാസവും സന്തോഷവും വിടുതലുവാ. എനിക്കൊന്ന് സാക്ഷ്യം പറയാൻ അന്ന് മുതൽ ഞാൻ ഒരുങ്ങുന്നു. എനിക്കൊന്നും ചെയ്തു തരാൻ ആരുമില്ല. ഞാൻ നോക്കിയിട്ട് ഒത്തിട്ടില്ല. ഞാൻ ഒത്തിരി പ്രാവശ്യം പാസ്റ്റർ നമ്പറിലൊക്കെ വിളിച്ചു പോയിട്ടുണ്ട്. എന്നോട് ക്ഷമിക്കുക. ഇപ്പം എൻ്റെ കൊച്ചുമോൾ ഇങ്ങോട്ട് വന്ന് അന്നേരം മോള് നോക്കി വെച്ച് പറഞ്ഞു, അമ്മച്ചി ഒത്തിരി തവണ വിളിച്ചേക്കുന്ന എന്നും പറഞ്ഞ് മോളാ ഇത് ചെയ്ത് തന്നത്. എനിക്ക് ഒത്തിരി വിഷയങ്ങൾ പറയാനുണ്ട്. എല്ലാം പറയാനുള്ള സമയം ഇപ്പം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഞാൻ പറയാം, പിന്നീട് സാക്ഷ്യം പറയാൻ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ട, എൻ്റെ മോക്ക് വേണ്ടി. ഒത്തിരി ഭാരപ്പെടുന്ന വിഷയങ്ങളുണ്ട്. ദൈവത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ദാസനെ വെളിപ്പെടുത്തുവത് മതി. പ്രാർത്ഥിച്ചാൽ എല്ലാവരും വാക്കൊന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കേണ്ടി. കർത്താവെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. കർത്താവ് കുടുംബത്തിന്റെ മേൽ വലിയ പ്രവൃത്തികൾ ചെയ്യട്ടെ. എല്ലാ ഭാരങ്ങളും വിട്ടൊഴിയട്ടെ. സമാധാനം നിറയട്ടെ, സന്തോഷം നിറയട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർമാനമായിട്ട് വചനത്തിലും പ്രാർത്ഥനയിലും ശക്തിപ്പെടുക കേട്ടോ. കർത്താവ് വിഷയത്തിന്റെ മേൽ അത്ഭുതം ചെയ്യും. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. ദൈവം ഇടപെട്ടൊരു കാര്യം പറയാം. ദൈവാത്മാവ് ഇടപെട്ടൊരു കാര്യം പറയാന്. ഞാൻ ഈ മീറ്റിങ്ങിൽ ഞാനല്ല അധിക ദിവസവും ഞാൻ കയറലുണ്ട്. മീറ്റിംഗ് കാര്യാലും ഞാൻ രാവിലെ എഴുന്നേറ്റ് അടുക്കളയിൽ വരുമ്പോൾ സാർ ഈ മീറ്റിംഗ് ഏതെങ്കിലും ഒന്ന് തുറന്നു വെക്കുക. ഏത് ഡേറ്റിലാണ് നടന്നതെന്ന് എനിക്ക് അറിയില്ല. ഒരു ദിവസം ഞാൻ 2 ദിവസം മുന്നേ ഞാൻ കേട്ടൊരു പ്രാർത്ഥനയാണ്. അതില് പിന്നെ ദൈവാത്മാ സാറ് പറഞ്ഞ് പിന്നെ ഒത്തിരി വിഷമത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരാളുണ്ട്. സ്വന്തം പാർട്ട്ണറോട് വരെ പറയാൻ പറ്റാത്തൊരു വിഷയം കൊണ്ട് വേദനിക്കുന്ന ഒരാളുണ്ട്. പേര് വെളിപ്പെടുത്തുന്നില്ല. പക്ഷെ ആ പേരിന്റെ ആദ്യ അക്ഷരം എം എന്ന് പറഞ്ഞ്, എൻ്റെ പേര് മിനി എന്നാ. ഞാൻ ഒത്തിരി വിഷമത്തോടെ പ്രാർത്ഥിച്ച് എൻ്റെ ഭർത്താവിനോട് കൂടി പറയാൻ പറ്റാത്തൊരു വിഷയം. എന്താ വെച്ചാൽ എൻ്റെ മോനൊരു വണ്ടി എടുത്തിന് എൻ്റെ പേരിൽ. ആ വണ്ടി വേറെ ഒരു മോൻ കൊണ്ടുപോയി. ഈ ഓണത്തിന് ഒരാളെ തട്ടി. അയാള് അംഗവൈകല്യമുള്ള ഒരാളായിരുന്നു. തട്ടി അയാൾ ഹോസ്പിറ്റലിലായി. ഇപ്പൊ ആ വണ്ടി പോലീസ് സ്റ്റേഷനിലുള്ളത്. അവര് കേസ് കൊടുത്ത്, പക്ഷെ കേസ് പിൻവലിക്കാന്നൊക്കെ പറഞ്ഞ്. പക്ഷെ അതിന്റെ ഇതിൽ ഞാൻ ആകെ ഭാരപ്പെട്ട് കിടക്കുക. ആരോടും പറയാനും പറ്റുന്നില്ല. വിഷമിച്ച് കിടക്കുക. അപ്പോഴാണ് ആ സാറ് ഈ വാക്ക് ഈ മീറ്റിങ്ങിൽ പറയുന്നത് കേട്ടത്. അതുകൊണ്ട് ഒത്തിരി കരഞ്ഞു പോയി. എന്നോട് ഇത് കേട്ടിട്ട് എന്നെ കുറിച്ചാണല്ലോ എൻ്റെ ദൈവമേ വെളിപ്പെടുത്തി തന്നതെന്ന് വിചാരിച്ചു. തീർച്ചയായിട്ടും മിസ്റ്റർ, നമ്മുടെ വിഷമങ്ങളെ സ്വർഗ്ഗം സിസ്റ്റർ പറഞ്ഞ പോലെ ഇത് യൂട്യൂബിലാണ്. പിന്നെ എപ്പോഴും സിസ്റ്റർ ഇത് കേട്ടതാണ്. അങ്ങനെ കേൾക്കുന്ന സമയത്ത് സിസ്റ്റർ ദൈവാത്മ ഇടപെട്ട് ഹൃദയത്തിൽ ഭാരവുമായിട്ട് വെച്ചുകൊണ്ട് ഹസ്ബൻഡിന് പോലും ഷെയർ ചെയ്യാൻ കഴിയാത്ത ആ ഒരു രഹസ്യമായിട്ട് സൂക്ഷിക്കുന്ന ഒരു വ്യക്തി പേരിൻ്റെ തുടക്കം എമ്മിലാണ് ആരംഭിക്കുന്നത്. സിസ്റ്റർ യൂട്യൂബിലാണ് അത് കേൾക്കുന്നത്. അപ്പോൾ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ആ ഒരു വിഷയം സിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. സിസ്റ്റർ ധൈര്യമായിട്ടിരിക്കുക. നമുക്ക് ചിലപ്പോൾ മകൻ അങ്ങനെ അബദ്ധം പറ്റിക്കാണും, അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചു. പക്ഷേ കർത്താവ് നമ്മളെ സഹായിക്കും. അത് ആ വ്യക്തിക്കോ മറ്റു ആർക്കോ അനർത്ഥവും ഒന്നും കൂടാതെ വണ്ണം, ഒരു അനർത്ഥം വ്യസനമായി തീരാതെ വണ്ണം ദൈവം സൂക്ഷിക്കും. കർത്താവ് അത് സമാധാനമാക്കി മാറ്റാൻ ഇടയായിത്തീരും. പ്രാർത്ഥിക്കുക കേട്ടോ. ഗോഡ് ബ്ലസ് യു. അത് കേട്ടപ്പോൾ തന്നെ അത് ഏറ്റെടുത്തോണം. ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോണം. ദൈവം അത് സാക്ഷ്യമാക്കി മാറ്റും. ഗോഡ് ബ്ലസ് യു.
ബ്രദറെ ദൈവത്തിന് മഹത്വം. ബ്രദറെ പറഞ്ഞോ ദൈവത്തിന് മഹത്വം ഉണ്ടാക്കട്ടെ. ബ്രദർ പറഞ്ഞില്ലേ നാരകം, എന്റെ വീടിന്റെ തൊട്ടുമുറ്റത്താണ് ഒരു 70 വർഷത്തിന് മുമ്പ് ഉള്ള ഒരു വലിയ കമ്പിളി നാരകമുണ്ട്. എനിക്ക് 2 തലമുറകളുണ്ട്. പിന്നെ ഒരു ലാമ്പ് മേശപ്പുറത്ത് ഉപയോഗിക്കാതെ മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ അന്നേരം തന്നെ യേശുവിന്റെ നാമത്തില് അത് ഞാൻ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും കർത്താവ് അത് ഏറ്റെടുത്തോണം സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ കേട്ടോ. ഗോഡ് ബ്ലസ് യു. ഏറ്റെടുത്തോണം. ആമേൻ. ഹായ് പാസ്റ്റർ, പ്രൈസ് ദി ലോർഡ് പാസ്റ്റർ. കുറച്ചു മാസങ്ങളായി ഞാൻ ആകെ സാമ്പത്തിക ഞെരുക്കത്തിലാണ്. വീട് അതിദാരിദ്ര്യമായിട്ടാണ് പോകുന്നത് പാസ്റ്റർ. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഗ്യാസ് അങ്ങനെയുള്ള സാധനങ്ങൾ വീട്ടിൽ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഗ്യാസിന്റെ മേൽ കൈവച്ച് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവായ യേശുവേ, എന്നിൽ വസിച്ച് എന്നെ അനുഗ്രഹിച്ച് എന്നെ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാക്കി മാറ്റണമേ എന്ന് പറഞ്ഞു പാസ്റ്റർ. എങ്ങനെയെന്ന് അറിയത്തില്ല, നമ്മുടെ റോഡിന്റെ അതിലെ കൂടെ ഗ്യാസ് വണ്ടി പോയി പെട്ടെന്ന് ആ ഗ്യാസ് എടുക്കുവാൻ സാധിച്ചു. അങ്ങനെ ഒത്തിരി ഇപ്പൊ കുടുംബത്ത് നല്ല സമാധാനമുണ്ട്. അതുപോലെ തന്നെ ആഹാരമാണെങ്കിലും നമുക്ക് സാമ്പത്തികമാണെങ്കിലും എങ്ങനെയാണെന്ന് അറിയത്തില്ല, പ്രാർത്ഥനയുടെ ഫലം മാത്രമാണ്. യേശുപ്പച്ചൻ ഒത്തിരി അനുഗ്രഹിച്ചു. ഇത് വലിയൊരു സാക്ഷ്യമാണ് പാസ്റ്റർ. യേശുപ്പച്ചന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇതുപോലെ പ്രാർത്ഥനയിൽ കൂടുന്നതിന്റെ ഇതാണ്. അതുപോലെ വീട്ടിൽ വൈകിട്ട് ഞങ്ങൾ 3 പേര്, ഞാനും മക്കളും കൂടെ കൈകോർത്തിരുന്ന യേശുപ്പച്ചന്, ഞങ്ങൾ 3 പേരേ ഉള്ളൂ വീട്ടിൽ പ്രാർത്ഥിക്കാൻ. ഹസ്ബൻഡ് വന്നിട്ടില്ല പ്രാർത്ഥനയ്ക്കൊന്നും. ഞങ്ങളിങ്ങനെ കൈകോർത്ത് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം കരുതിയ ദൈവത്തിന് 1000 നന്ദി. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. തീർച്ചയായിട്ടും കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവ് കൊടുത്ത വിടുതലുകൾക്ക് നന്ദി, സമാധാനത്തിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാൻ? സ്തോത്രം ബ്രദറെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരു സാക്ഷ്യം പറയുവാണ്. പക്ഷേ മറ്റുള്ളവർക്ക് അത് സിമ്പിളായിട്ട് തോന്നും. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്കത് ഭയങ്കര അത്ഭുതമാണ്. കാരണം ഞാൻ ഒറ്റയ്ക്ക് വിശ്വാസി വന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഞാനിവിടെ പ്രാർത്ഥിക്കുന്നൊക്കെ എൻ്റെ ഹസ്ബൻഡ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നെ എപ്പോഴും വഴക്കുറ, എന്തിനും ഇങ്ങനെ ഉണ്ടെന്ന് എപ്പോഴും പ്രാർത്ഥന, എനിക്ക് എന്തോ തലയ്ക്ക് സുഖമില്ല എന്നൊക്കെ ചോദിച്ചാൽ എപ്പോഴും പറയാറുണ്ട്. എന്നാലും ഞാനത് മൈൻഡ് ചെയ്യത്തില്ല. എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും എൻ്റെ കർത്താവിനെ വിളിച്ചോണ്ടിരിക്കും. അപ്പോൾ രാവിലെ 4 മണിക്ക് റബ്ബർ വെട്ടിയിട്ടിട്ട് പോകും. അപ്പോൾ രാവിലെ ആയപ്പം ഉറക്കം എൻ്റെ ഭയങ്കര മഴ വരുന്നു, മഴ പെയ്തുകൊണ്ടിരിക്കുക. മഴ പെയ്യുന്നു, ഇനി എന്തോ ചെയ്യും, പാലെടുത്തില്ലെങ്കിൽ മൊത്തം ഇത് കലങ്ങി പോകത്തില്ല എന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് എന്നെ അടുത്തോണ്ട് നീ പ്രാർത്ഥിക്കുന്ന എന്നോട് പറയുന്നു. എന്നിട്ട് ആ ഹസ്ബൻഡ് എന്നെ വിളിക്കുക, യേശുവേ യേശുവേ എന്ന് വിളിക്കുന്നു. അപ്പോഴും ഞാനും ഇതുപോലെ വിളിച്ച് ഞാൻ പറഞ്ഞു, യേശുപ്പാ, എന്റെ പൊന്ന് യേശുപ്പാ, ഇതൊരു അടയാളമായിരിക്കണേ കർത്താവേ. കാറ്റിനെയും മഴയെല്ലാം സൃഷ്ടിച്ച എന്റെ കർത്താവാണല്ലോ. അപ്പൊ യേശുവിന്റെ നാമത്തിൽ മഴ മാറിപ്പോട്ടെ എന്ന് ഞാൻ കുറച്ചു നേരം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം പെട്ടെന്ന് ആ മഴ മാറി. അദ്ദേഹം ഭയങ്കര അത്ഭുതത്തോടെ ഓടിപ്പോയി ആ ഒരു റബ്ബറിന്റെ പാലെടുക്കാൻ ദൈവം ഇടയാക്കി. പക്ഷെ എനിക്കൊരു ഭയങ്കര സന്തോഷമായിരുന്നു ബ്രദറെ. അത് ദൈവം ഒരുക്കിയ സമയം എല്ലാം മാത്രം എന്റെ യേശുപ്പന്. നന്ദി കർത്താവേ. ദൈവം കൊടുത്ത വ്യത്യാസം നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ഇനിയും പ്രാർത്ഥിക്കുന്നു. ഇന്ന് കേട്ട വചനം പോലെ ഒരുമിച്ച് ഞങ്ങൾ ദൈവത്തെ ആരാധിക്കും എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും കേട്ടോ. കർത്താവ് ആമേൻ. ബ്രദറെ, ഞാൻ ആയിട്ടുള്ളൂ പേരിന് കയറിയിട്ട് പറഞ്ഞു. ഫസ്റ്റ് കേൾക്കുന്നുണ്ടോ? പറഞ്ഞു. ഞാൻ ഒരാഴ്ച ആയിട്ടുണ്ടായിരുന്നു ഈ സൂം മീറ്റിങ്ങിൽ കയറിയിട്ട്. എനിക്ക് കുറച്ച് നാളായിട്ട് അറിയത്തുള്ളായിരുന്നു. അപ്പം ഞാൻ വന്നു. പിറ്റേ 2-3 ദിവസം കഴിഞ്ഞ് പ്രാർത്ഥനയിൽ പാസ്റ്റർ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, വേദന ഉള്ളിടത്ത് കൈ വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എൻ്റെ കാലിന് മുട്ടിന് തൊട്ട് മുകളിലായിട്ട് ഭയങ്കര വേദനയായിരുന്നു. അന്ന് പാസ്റ്റർ പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പം അന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര വേദന അങ്ങ് കൂടി കഴിഞ്ഞപ്പം കാലിനൊരു വല്ലാതെ കിടക്കുമ്പോഴൊന്നും വെക്കും ഭയങ്കര വേദനയായിട്ട് തോന്നി. പക്ഷെ പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് അത്ഭുതകരമായിട്ട് എന്നെ പൂർണ്ണമായിട്ട് ആ വേദന മാറ്റി. പിന്നെ അത് കഴിഞ്ഞ് ഇതുവരെ 2 കാലിനും ആ വേദന വന്നില്ല. അതുകൂടാതെ പിന്നെ ഇത് കുറച്ച് നാൾ മുമ്പ് ഞങ്ങളുടെ അടുത്തുള്ള ഒരു ചേച്ചി എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് വാങ്ങിച്ചായിരുന്നു. അപ്പം പോസ്റ്റ് ഓഫീസിൽ ഇടാനായിട്ട്. എനിക്ക് അതിനെപ്പറ്റിയൊന്നും അറിയത്തില്ലായിരുന്നു. ഈ ചേച്ചി ആ കാര്യങ്ങളെല്ലാം ചെയ്ത്. അപ്പം ഈ ചേച്ചി പിന്നെ ഇത് കാശൊക്കെ വാങ്ങിച്ചു 1 മാസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഇനി വിളിക്കല്ലേ, അവരുടെ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നമാണ്, ഈ നമ്പറിൽ വിളിക്കല്ലേ എന്ന് പറഞ്ഞ് പുള്ളിക്കാരി ആ നമ്പറൊക്കെ അങ്ങ് മാറ്റി. അപ്പം ഞാൻ അന്നേരം ഓർത്തു എൻ്റെ കാശ് പോയി. ഞാൻ അങ്ങനെ തന്നെ ഇപ്പം 5-6 വർഷത്തിൽ കൂടുതലായി. അപ്പം പുള്ളിക്കാരി പിന്നെ അതിനെപ്പറ്റി ഒരു വിളിയില്ല, പുള്ളിക്കാരി എന്നോട് സംസാരിക്കാറുമില്ല. ഞങ്ങളുടെ വീട് കുറച്ച് മുകളിലാണ്. അവരുടെ വീട്ടിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകാറൊന്നുമില്ല.
അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്നിപ്പം 4 മണിയായപ്പോൾ പുള്ളിക്കാരി വിളിച്ചു വന്ന് ഇതുപോലെ പോസ്റ്റ് ഓഫീസിൽ ഇട്ടപ്പോൾ അപ്പോൾ പുള്ളിക്കാരി എന്ത് പോസ്റ്റ് ഓഫീസിൽ ചെന്ന് ചോദിച്ചപ്പം ഈ കാശ് പുള്ളിക്കാരിക്ക് എടുക്കാൻ പറ്റത്തില്ല, ഞാൻ സൈൻ ചെയ്ത പേപ്പർ ആയതുകൊണ്ട് ഞാൻ തന്നെ ചെന്നാലേ എടുക്കാൻ പറ്റുള്ളൂ, അവരത് എടുക്കാൻ നോക്കി പക്ഷെ എടുക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞു. അപ്പം അതിനകത്ത് പുള്ളിക്കാരി എന്നോട് പറയുക, അതിൻ്റെ പകുതി കാശ് പുള്ളിക്കാരിയുടെ ഇട്ടതാണ്, പകുതിയേ എൻ്റേതുള്ളൂ. ഞാൻ പറഞ്ഞു നിങ്ങളുടേതുള്ളത് ഞാൻ നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞു. ഞാനും ഓർക്കുന്നില്ല എത്ര ഇട്ടെന്ന്. 10 പുള്ളിക്കാരി പറഞ്ഞു, 10 ഇട്ടതിനകത്ത് 5 പുള്ളിക്കാരുടെ 5 എൻ്റെ എന്നാ പുള്ളിക്കാരി പറഞ്ഞു. പക്ഷെ അന്ന് പുള്ളിക്കാരി 15,000 എന്നോട് ചോദിച്ചത്. പക്ഷെ 15,000 എൻ്റെ ഇല്ലെന്ന് കൊടുക്കാനില്ലാഞ്ഞുകൊണ്ട് ഞാൻ 10 കൊടുക്കുന്നതാണ് എൻ്റെ ഓർമ്മ. പക്ഷെ പുള്ളിക്കാരി അങ്ങനെ പറഞ്ഞുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി അറിയത്തുമില്ല. എന്നാലും ദൈവം നന്മയ്ക്കായിട്ടെല്ലാം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കണം. ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് ഇരിക്കുന്നത്. താങ്ക് യു പാസ്റ്റർ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രേമ കൊടുത്ത സൗഖ്യത്തിന് നന്ദി. ആ ഒരു ഫിനാൻസിന്റെ വിഷയം കർത്താവെ അങ്ങ് തൊടുന്നതിന് നന്ദി, അനുഗ്രഹമാക്കുന്നതിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആർക്കെങ്കിലും സാക്ഷ്യം പറയാനുണ്ടെങ്കിൽ പറയുക. പ്രാർത്ഥന വിഷയമല്ല, സാക്ഷ്യങ്ങളുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ. ഹലോ ബ്രദർ, പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ മാത്യു എന്ന് പറഞ്ഞില്ലേ, അതെന്റെ ഹസ്ബൻഡാണ്. അതിന് ശേഷമുള്ള കാര്യങ്ങൾ ശ്രേയായിട്ടായിരുന്നു. ഹലോ ബ്രദർ. പറഞ്ഞു. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞു. ഞാൻ ലിസി നിർമ്മത്തിൽ നിന്നാണ് വിളിക്കുന്നത്. ഞാൻ ഒരാഴ്ചയായുള്ളൂ ഈ മീറ്റിങ്ങിൽ കയറാൻ തുടങ്ങിയിട്ട്. ഇന്ന് ബ്രദർ തുടക്കത്തിൽ പറഞ്ഞ റോബിൻ എൻ്റെ മകനാണ്. പട്ടിക്കൂടൊക്കെ ഉണ്ട്, വീടിന്റെ വലത്തെ സൈഡിലാണ്. കയറി വരുന്നിടത്തല്ല, ഇച്ചിരി ബാക്കിലോട്ട് നീങ്ങിയാണ് പട്ടിക്കൂടുണ്ട്. അവിടെ ഒരു പ്ലാവും ഉണ്ട്. എൻ്റെ മോനാണ്. ഞാൻ വചനം ഏറ്റെടുക്കുന്നു. തീർച്ചയായിട്ടും കർത്താവ് അത് ഇടപെട്ടതാണ് ഇഷ്ടം. എല്ലാവരും കേട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് അടയാളത്തെ വെളിപ്പെടുത്തിയത്. ഇന്ന് ആ ഭവനത്തെ കർത്താവ് രക്ഷാ പദ്ധതിയെ ദൈവം അയക്കാൻ വേണ്ടി പോവാണ്. മകന്റെ വിഷയത്തെ കർത്താവ് കുടുംബത്തെ, മകനുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല കുടുംബത്തെ ദൈവം രക്ഷാ പദ്ധതിയുടെ അനുഗ്രഹത്താൽ നിറയ്ക്കാൻ വേണ്ടി പോവാണ്. ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോണം. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഞാൻ പറയട്ടെ. നമ്പർ 891 അത് കണ്ടിന്യൂസ് അല്ല, പക്ഷേങ്കിൽ എൻ്റെ മോന്റെ ഫോൺ നമ്പറിന്റെ 3 നമ്പറും ഉണ്ട്, 891 ഉണ്ട്. അത് ഞാൻ ഏറ്റെടുക്കുന്നു. തീർച്ചയായിട്ടും 891 എന്നല്ല, പക്ഷേ ആ നമ്പർ അവന് 43 വയസ്സായി, കല്യാണം കഴിഞ്ഞിട്ടില്ല, ഒരുപാട് പ്രശ്നങ്ങളും വീട്ടിലുണ്ട്. അപ്പൊ അത് ഞാൻ ഏറ്റെടുക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതേപോലെ ബോസ് എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിന് അടുത്തുള്ളവര് ബോസ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു ബോസ് എന്ന് പറയുന്ന വിളിപ്പേര് മാത്രമാണ്. അപ്പൊ അവരെ മകനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു കർത്താവ് തൊടുന്നു എന്ന് പറഞ്ഞ നേരത്തെ ബ്രദർ, അതും ഞാൻ ഏറ്റെടുക്കുന്നു. അതെന്റെ മോനാണ്. ബോസ് നമ്മളെ എൻ്റെ ഹസ്ബൻഡ് അടുത്ത വീട്ടിൽ വിളിക്കുന്നത് ബോസ് എന്നാണ്. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് വീട്ടിൽ, അത് ഞാൻ ഏറ്റെടുക്കുന്നു, പ്രാർത്ഥിക്കുന്നു ബ്രദർ. തീർച്ചയായിട്ടും കർത്താവ് ഞാൻ പറഞ്ഞില്ല, ആ നമ്പർ എന്നുള്ളത് എന്നെ കാണിച്ചത് 89. എൻ്റെ തൊള്ള നമ്പർ അതാണ് എടുത്ത് പറഞ്ഞത്. ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിരിക്കത്തില്ല. എന്നാൽ ദൈവാത്മാവ് എന്ന് ഇടപെട്ടതുപോലെ ആ ബോസ് എന്നുള്ള ആളുകളും കർത്താവ് കണക്ട് ചെയ്തു. അത് ഏറ്റെടുത്തോണം. കർത്താവ് അത് വലിയൊരു സാക്ഷ്യമാക്കി മാറ്റാനിടയായി തീരും കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ബ്രദറെ, പറഞ്ഞു. ബ്രദറെ ഞാൻ പറഞ്ഞോട്ടെ ബ്രദറെ. ബ്രദറെ, എനിക്ക് 3 ദിവസം കൊണ്ട് എന്റെ ഫോണിന്റെ തകരാറ് കാരണം ഫോണിൽ കണക്റ്റ് ആയി വരില്ലായിരുന്നു ബ്രദറെ ലൈവ്. അങ്ങനെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. രാത്രി കിടന്നാൽ എനിക്ക് ഉറക്കമില്ലായിരുന്നു. ഭയങ്കര വിഷമവും ഭാരപ്പെട്ടാണ് ബ്രദറെ ഞാൻ 3 ദിവസം കഴിഞ്ഞത്. ബ്രദറിന്റെ നമ്പറിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല, എനിക്ക് മെസ്സേജ് ഇടാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ ആകെ വിഷമിച്ചിരുന്നു. ഇന്ന് ഞാൻ 7:30 മണി കഴിഞ്ഞപ്പോഴേ എന്റെ ഫോൺ എടുത്ത് വെച്ചിട്ട്, എന്റെ കർത്താവെ, ഇന്ന് എനിക്ക് ലൈവ് എനിക്ക് കാണാനും കേൾക്കാനും ഉള്ള ഭാഗ്യം എന്റെ കർത്താവ് തരണേ, എന്റെ കർത്താവ് വഹിക്കണേ, എന്റെ ഫോണിന് എന്ത് കേടുണ്ടെങ്കിലും എന്റെ കർത്താവ് വഹിക്കണേ എന്ന് പറഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോ എന്റെ മനസ്സിൽ ഫോൺ ഒന്ന് ഓഫ് ചെയ്തിട്ട്
ഫോണൊന്ന് ഓഫ് ചെയ്തിട്ട് ഓൺ ആക്കാന്ന് എന്റെ മനസ്സിൽ പറഞ്ഞു ബ്രദറെ. ഞാൻ ഉടനെ അത് ചെയ്തതും എന്റെ ഫോണ് ശരിയായി. ഞാൻ ലൈവിൽ കയറി. ഇന്നലെ ഇന്നും ഞാൻ ഫോൺ ഓഫ് ആക്കി ഓൺ ആക്കുകയൊക്കെ ചെയ്തിട്ടൊന്നും എനിക്ക് നടന്നില്ല ബ്രദറെ. ഞാൻ ഇന്ന് പ്രാർത്ഥിച്ചത് എന്റെ കർത്താവ് എന്നെ ഏറ്റെടുത്ത് എനിക്കത് സാധിച്ചു തന്നു ബ്രദറെ. തീർച്ചയായിട്ടും കർത്താവ് ഇന്ന് ബ്രദറെ ഇടപെട്ടതുപോലെ എനിക്ക് തന്നെ ഒരുപാട് അത് വലിയൊരു സമാധാനം കിട്ടി നമ്മുടെ ബ്രദറെ. ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളിൽ പോലും കർത്താവ് തൻ്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തും എന്നുള്ളത് മുന്നമേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് വലിയൊരു സാക്ഷ്യമാണ് സിസ്റ്ററെ. ഞാൻ പറഞ്ഞു, നമ്മൾ ഏത് വിഷയത്തെയും യേശുവിൻ്റെ നാമത്തിൽ ഉപയോഗിക്കണം. നമ്മുടെ ആഗ്രഹം കൂട്ടായ്മ ആചരിക്കുക എന്നുള്ളതാണ്. കർത്താവ് അങ്ങനെ ചെയ്തതിനായി സ്തുതി. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബ്രദർ പറഞ്ഞു ഞാൻ പറഞ്ഞോട്ടെ. പറഞ്ഞു. ഒരു 10 ദിവസം മുമ്പ് ഒരു സുമേഷ് എന്നൊരു വ്യക്തിയെ കുറിച്ച് ആലോചന പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എന്റെ ചർച്ചിൽ വരുന്ന ഒരു പയ്യനാണ്. അപ്പോ അടയാളങ്ങളൊക്കെ പറഞ്ഞപ്പോ അത് ഒരു ബ്രദറിനെ കാണണമെന്ന് പറഞ്ഞു. പക്ഷെ അവരുടെ വീട്ടിലൊരു പ്രായമുള്ള അച്ഛനായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ അത്ര കാര്യമാക്കിയില്ല. അത് ഇപ്പൊ കഴിഞ്ഞ ഈ ആലോചന പറഞ്ഞ അടുത്ത ദിവസം തന്നെ പിന്നെ സുമേഷ് പറഞ്ഞ ആ വ്യക്തിയുടെ ഭാര്യയുടെ അനിയത്തിയുടെ ഭർത്താവ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു. അത് സഭാ ഗ്രൂപ്പില് പ്രാർത്ഥനാ വിഷയമായിട്ടിട്ടുണ്ടായിരുന്നു. പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. ഈ കഴിഞ്ഞ സൺഡേ ആണ് ഞാൻ അറിയുന്നത് സുമേഷുമായിട്ടുള്ള അവര് തമ്മിലുള്ള ഒരു ആത്മീയ ബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ കാണാൻ പോയി. ഒരുപാട് സീരിയസ് ആയിട്ടുണ്ടായിരുന്നു. ബോധമൊന്നുമില്ല. ആരെയും തിരിച്ചറിയണ്ടായിരുന്നില്ല. ഭാര്യയെ മാത്രം തിരിച്ചറിയായിരുന്നു. അപ്പൊ സുമേഷും ഞങ്ങളുടെ സഭയിലെ പാസ്റ്ററും കൂടെ അവിടെ ചെന്നു പ്രാർത്ഥിച്ചപ്പോ സുമേഷിന് ഒരു ദൈവം ഒരു ആലോചന കൊടുത്തു. കൈവച്ച് പ്രാർത്ഥിക്കാനായിട്ട് ഒരു ദർശനം കൊടുത്തു. അത് വെച്ച് കൈവച്ച് പ്രാർത്ഥിച്ച ആ സമയം തന്നെ പാസ്റ്ററെ തിരിച്ചറിഞ്ഞു. അപ്പൊ ഇന്ന് സുമേഷ് സാക്ഷ്യം പറഞ്ഞപ്പോ എനിക്കത് അല്പം തോന്നി. ഇതുവരെയായിട്ട് ഒരാളുടെ മേത്ത് ഇതുപോലെ കൈവച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് അങ്ങനെ ചെയ്തത്. എന്നിട്ട് അടുത്ത ദിവസം തന്നെ എല്ലാരെയും തിരിച്ചറിയാനും ഇന്നലെ ഡിസ്ചാർജ് ആവാനും ഒക്കെ ദൈവം സഹായിച്ചു. അപ്പൊ ഞാൻ ഈ ഗ്രൂപ്പിലുണ്ടായിരുന്ന ഈ മെസ്സേജ് ഞാൻ അവന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും കേൾക്കാനുണ്ടായി. അപ്പം അതുപോലെ തന്നെ എനിക്ക് ഇനി ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഞങ്ങൾ ഇരിക്കുന്ന വീടിന്റെ ഞങ്ങള് 2 ബെഡ്റൂം, രണ്ടാമത്തെ ബെഡ്റൂമില് വിഗ്രഹങ്ങളും എൻ്റെ ഹസ്ബൻഡിന്റെ അമ്മ ഒരു വിഗ്രഹത്തേക്ക് വെച്ച് ഫോട്ടോ ഒക്കെ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ എൻ്റെ ഹസ്ബൻഡിന്റെ അനിയത്തിയും ചെറിയ ചെറിയ വിഗ്രഹങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് അവള് കുറച്ച് ഈ നിത്യാനന്ദ സ്വാമിയെ കുറിച്ച് നമുക്ക് പ്രാർത്ഥിക്കും. കയ്യിലൊക്കെ രുദ്രാക്ഷമൊക്കെ കെട്ടിയിട്ട് നടക്കുക. ശിവനെ എപ്പോഴും ശിവഭക്തിയായിട്ട് ശിവനെ വിളിച്ചുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളായി. അപ്പൊ എനിക്കത് ഇന്നലെ കേട്ട വചനം എനിക്കത് കേട്ടപ്പോ എനിക്ക് കുറച്ച് പ്രയാസങ്ങളൊക്കെ തോന്നി. അപ്പൊ ഒരാഴ്ച മുമ്പ് അവളിവിടെ വന്ന സമയത്ത് പെട്ടെന്ന് ഇനി രാത്രി 2 മണിയൊക്കെ പെട്ടെന്ന് ഞാൻ ഉണർന്നുണ്ടായിരുന്നു. മഴയൊക്കെ പെയ്ത കാരണം എല്ലാവരും വീട്ടിലുണർന്നു. അപ്പൊ എനിക്ക് വീണ്ടും ഉറക്കം വരാതെയായപ്പോ ഞാൻ വായിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ബൈബിള് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൾക്ക് അവിടെ കിടന്നുറങ്ങാൻ പറ്റാണ്ടായി. ഹാളിൽ കിടന്നുകൊണ്ടിരുന്ന അവൾക്ക് ഉറങ്ങാൻ പറ്റാതെ ഡോറ് തുറന്ന് പുറത്തു പോകാനും എവിടെ ഇരുന്നിട്ടും ഉറക്കം വരാതെ ചൂടെടുക്കണമെന്നൊക്കെ പറഞ്ഞ് വല്ലാതെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നി നമ്മുടെ ഈ പ്രാർത്ഥന ആരാധനയും നമ്മുടെ ഈ പ്രാർത്ഥനയും ബൈബിള് വായനയൊക്കെ മുഖാന്തരം ആ ഒരു വ്യക്തിയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നലെ ബ്രദറിന്റെ ആ മെസ്സേജ് കേട്ടപ്പോ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ശരിയായിരിക്കുമെന്ന് വിചാരിക്കുന്നു. പ്രാർത്ഥിച്ചു സിസ്റ്ററെ. കർത്താവ് ഇന്ന് കുടുംബമായിട്ട് തന്നെ എപ്പോഴും പറഞ്ഞു, ഞാൻ കുടുംബം ഞങ്ങൾ ദൈവത്തെ സേവിക്കുമെന്ന് പറഞ്ഞോണം. കർത്താവ് അതിനെ സഹായമാക്കി മാറ്റുവാൻ ഇടയായിത്തീരും. അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചോണം കേട്ടോ. കർത്താവ് അത് അത്ഭുതമാക്കി മാറ്റും കുടുംബമായിട്ട് തന്നെ കേട്ടോ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു. ഞാൻ ഒരു സാക്ഷ്യം പറയട്ടെ. പറഞ്ഞു. ഞാന് യൂട്യൂബിലാണ് കേട്ടോണ്ടിരുന്നത്. ഇപ്പൊ ആണ് സൂമില് 10 ദിവസം കയറിയിട്ട്. കേൾക്കുന്നുണ്ടോ ബസ്സേ? കേൾക്കുന്നുണ്ട്. ഞാൻ തൃശ്ശൂര് ആണ്. തൃശ്ശൂരിൽ പറഞ്ഞാൽ തൃശ്ശൂർ ജില്ലയില് കല്ലിക്കര താമസിക്കുന്നതാണ്. ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് അടുത്ത കണ്ണിന്റെ മിണ്ടയില് ഇതുണ്ടായിരുന്നു, അരിമ്പാറ ഉണ്ടായിരുന്നു. അത് ഭയങ്കര ആയിരുന്നു. 4 വർഷമായി ഞാനത് അനുഭവിച്ചിരിക്കുന്നു. ഫസ്റ്റ് പ്രാർത്ഥിച്ചപ്പോ ഞാനും കൈവച്ച് പ്രാർത്ഥിച്ചു. അതെനിക്ക് പൂർണ്ണമായിട്ട് അവിടെ അങ്ങനെ പൂർണ്ണമായിട്ട്
3-4 അടയാളങ്ങൾ പാസ്റ്റർ അത് ഞാൻ ഏറ്റെടുത്തു. അതിലും കൂടുതൽ സന്തോഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വചനം കേട്ടിട്ട് എനിക്ക് ഒരുപാട് സന്തോഷം, സമാധാനം, പ്രചോദനം. ഒരുപാട് വിഷയങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ എനിക്കത് ഒന്നുമല്ല. കാരണം ദൈവം എല്ലാം നടത്തിയിരുന്നോണ്ട് കൂടുതൽ വിശ്വാസത്തിലേക്ക് വരുവാൻ ദൈവം പാസ്റ്റർ കൂടെ എനിക്ക് കേൾക്കുവാനായിട്ട് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. എനിക്കിപ്പോ വചനമായിട്ട് ആദ്യത്തെ പോലെയല്ല, എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ വിശ്വാസം വർദ്ധിച്ചു. അതുപോലെ തീർച്ചയായിട്ടും തന്നെ കർത്താവ് ഇന്ന് സൗഖ്യമാക്കി എന്ന് പ്രിയ സിസ്റ്റർ പറഞ്ഞാൽ അരിമ്പാറ പോലെ ശരീരത്തിലുണ്ടായിരുന്നു, പക്ഷെ പ്രാർത്ഥിച്ച സമയത്ത് അത് കംപ്ലീറ്റ് അപ്രതീക്ഷിതമായി പോയി. വലിയൊരു സാക്ഷ്യമാണ്. പാട് പോലും ഇല്ലാതെ വണ്ണം അത് മാഞ്ഞു പോയി ശരീരത്തിൽ നിന്ന് തന്നെ. കർത്താവ് അത് അനുഗ്രഹിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി നമുക്ക് ഇന്ന് അത്ഭുതമായിട്ട് തന്നെ കർത്താവ് നമ്മളെ നടത്തുന്നല്ലോ. നമുക്ക് ദൈവസന്നിധിയിൽ യേശുവിൻ്റെ നാമത്തിൽ നമുക്കിന്ന് പ്രാർത്ഥിക്കാം. വലിയ പ്രവൃത്തികളാൽ കർത്താവ് നമ്മളെ സകലത്തിലും ഇന്ന് സൂക്ഷിക്കുന്നല്ലോ. വലിയ കാര്യങ്ങളെ കർത്താവ് നമ്മുടെ നടുവിൽ ഇന്ന് ചെയ്യുന്നല്ലോ. നമുക്ക് നാളെ ഒരുമിച്ച് ദൈവസന്നിധിയിൽ കൂടാം. ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ഇന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് കേട്ട വലിയ സാക്ഷ്യങ്ങൾ പോലെ തന്നെ കർത്താവ് ഇന്നും പ്രവർത്തിപ്പാൻ ശക്തനാണ്. നമുക്ക് ദൈവസന്നിധിയിൽ ഇന്ന് ഒരുമനപ്പെട്ട് ഇന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് സഹായിക്കട്ടെ. കർത്താവ് നിങ്ങളെ ബ്ലസ് ചെയ്യട്ടെ. നാളെ ഞാൻ പറഞ്ഞതുപോലെ യൂട്യൂബിലാണ് പ്രാർത്ഥന, സൂമിലില്ല. അതുകൊണ്ട് ഗ്രൂപ്പിൽ അതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നതായിരിക്കും. നാളെ മാത്രമേ അങ്ങനെയുള്ളൂ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ലൈവിലുള്ളവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അതിരുകൾ വിസ്താരമാകട്ടെ, അത്ഭുതങ്ങൾ നടക്കട്ടെ, രോഗസൗഖ്യങ്ങൾ നമ്മുടെ ശരീരത്തിന് മേൽ വ്യാപരിക്കട്ടെ. എല്ലാ പ്രതിസന്ധിയും